ശരീരമുണ്ട്. അദ്ദേഹമാണ് എല്ലാത്തിന്റെയും ഉത്ഭവം. അദ്ദേഹത്തിന് മറ്റു ഉത്ഭവമില്ല. എല്ലാ കാരണങ്ങൾക്കും അദ്ദേഹമാണ് പ്രധാന കാരണം. ഹരേ കൃഷ്ണ. ഒന്നുകൂടെ. ഈശ്വര പരമ കൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാദിരാതിർ ഗോവിന്ദ സർവകാരണ കാരണം. ഹരേ കൃഷ്ണ. ശിക്ഷ ലക്ഷ്യാവൃതേഷു സുരഭീരഭിപാലയന്തം ലക്ഷ്മീ സഹസ്രശത സംഭ്രമ സേവ്യമാനം ഗോവിന്ദമാദിപുരുഷം തമഹം ഭജാമി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ദശലക്ഷക്കണക്കിന് ഉദ്ദേശവൃക്ഷങ്ങളാൽ ചുറ്റപ്പെട്ട ആത്മീയ രത്നങ്ങളാൽ നിർമ്മിച്ച വാസസ്ഥലങ്ങളിൽ പതിനായിരക്കണക്കിന് ലക്ഷ്മിമാർ അല്ലെങ്കിൽ ഗോപികൾ എപ്പോഴും ബഹുമാനത്തോടെയും സ്നേഹത്തോടെയും സേവിക്കുന്ന, പശുക്കളെ പരിപാലിക്കുന്ന, എല്ലാ ആഗ്രഹങ്ങളെയും സഫലീകരിക്കുന്ന പൂർവികനായ ഗോവിന്ദനെ ഞാൻ ആരാധിക്കുന്നു. ഒന്നുകൂടെ ചൊല്ലാം. ചിന്താമണി പ്രകര സത്മസുകൽപ വൃക്ഷ ലക്ഷ്യാവൃതേഷു സുരഭീരഭിപാലയന്തം ലക്ഷ്മീ സഹസ്രശത സംഭ്രമ സേവ്യമാനം ഗോവിന്ദമാദിപുരുഷം തമഹം ഭജാമി. സമസിതാംബുദസുന്ദരാംഗം കന്ധർപ്പകോടികമനീയ വിശേഷശോഭം ഗോവിന്ദമാദിപുരുഷം തമഹം ഭജാമി. ഒന്നുകൂടെ ചൊല്ലാം. വേണും ക്വനന്ദമരവിന്ദദളായതാക്ഷം ബർഹാവതം സമസിതാംബുദസുന്ദരാംഗം കന്ധർപ്പകോടികമനീയ വിശേഷശോഭം ഗോവിന്ദമാദിപുരുഷം തമഹം ഭജാമി. ട്രാൻസ്ലേഷൻ. ഓടക്കുഴൽ വിളിച്ചുകൊണ്ടിരിക്കുന്നവനും താമരപ്പൂ ദളങ്ങൾ പോലെയുള്ള കണ്ണുകളോടുകൂടിയവനും മുടിയിൽ മയിൽപ്പീലി ചൂടിയവനും നീല കാർമേഘങ്ങളുടെ നിറമുള്ളവനും ആയിരം കാമദേവന്മാരെക്കാളും അധികം ശോഭിക്കുന്ന സുന്ദരമായിട്ടുള്ള സ്വരൂപത്തോടു കൂടിയ ആദിപുരുഷനായ ഗോവിന്ദനെ ഞാൻ ആരാധിക്കുന്നു. എന്നോടെ ചൊല്ലാം. വേണും ക്വനന്ദമരവിന്ദദളായതാക്ഷം ബർഹാവതം സമസിതാംബുദസുന്ദരാംഗം കന്ധർപ്പകോടികമനീയ വിശേഷശോഭം ഗോവിന്ദമാദിപുരുഷം തമഹം ഭജാമി. ഹരേ. ആലോലചന്ദ്രകലവനമാല്യവംശീ രത്നാംഗദം പ്രണയകേളികലാവിലാസം ശ്യാമം ത്രിഭംഗലളിതം നിയതപ്രകാശം ഗോവിന്ദമാദിപുരുഷം തമഹം ഭജാമി. ആലോലചന്ദ്രകലസദ്വനമാല്യവംശീ രത്നാംഗദം പ്രണയകേളികലാവിലാസം ശ്യാമം ത്രിഭംഗലളിതം നിയതപ്രകാശം ഗോവിന്ദമാദിപുരുഷം തമഹം ഭജാമി. ചന്ദ്രപതക്കത്താൽ അലങ്കരിച്ച പൂക്കളുടെ ഹാരം കഴുത്തിലണിഞ്ഞവനും രത്നാഭരണങ്ങളാലും ഓടക്കുഴലിനാലും 2 കൈകളും അലങ്കരിക്കപ്പെട്ടവനും രാസലീലകളിൽ ആഹ്ലാദിക്കുന്നവനും സുന്ദരമായ ത്രിഭംഗവും ശാശ്വതമായ ശ്യാമസുന്ദര രൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്ന ആദിപുരുഷനായ ഗോവിന്ദനെ ഞാൻ ആരാധിക്കുന്നു. ആലോലചന്ദ്രകലസദ്വനമാല്യവംശീ രത്നാംഗദം പ്രണയകേളികലാവിലാസം ശ്യാമം ത്രിഭംഗലളിതം നിയതപ്രകാശം ഗോവിന്ദമാദിപുരുഷം തമഹം ഭജാമി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. മോളോ. ആലോലചന്ദ്ര അംഗാനി യസ്യ സകലേന്ദ്രിയവൃത്തിമന്തി പശ്യന്തി പാന്തി കലയന്തി ചിരം ജഗന്തി
आनन्दचिन्मय सदुज्ज्वल विग्रहस्य गोविन्दमादिपुरुषं तमहं भजामि। अङ्गानि यस्य सकलेन्द्रियवृत्तिमन्ति पश्यन्ति पान्ति कलयन्ति चिरं जगन्ति आनन्दचिन्मय सदुज्ज्वल विग्रहस्य गोविन्दमादिपुरुषं തമഹം ഭജാമി. സച്ചിദാനന്ദമായ ശരീരത്തോടു കൂടിയവനും അത്യുജ്വലമായ കാന്തിയോടു കൂടിയവനുമായ ഗോവിന്ദനെ ഞാൻ ആരാധിക്കുന്നു. യാതൊരുവന്റെ ശരീരത്തിലെ ഓരോ അവയവവും എല്ലാ അവയവങ്ങളുടെയും പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിന് സമർത്ഥമാണോ? ആത്മീയവും ഭൗതികവുമായ എല്ലാ പ്രപഞ്ചങ്ങളെയും എപ്പോഴും കാണുകയും പരിപാലിക്കുകയും പ്രകാശിപ്പിക്കുകയും ചെയ്യുന്ന ആദിപുരുഷനായ ഗോവിന്ദനെ ഞാൻ ആരാധിക്കുന്നു. അംഗാനി യസ്യ സകലേന്ദ്രിയ വൃത്തിമന്തി പശ്യന്തി പാന്തി കലയന്തി ചിരം ജഗന്തി ആനന്ദ ചിന്മയ സദുജ്വല വിഗ്രഹസ്യ ഗോവിന്ദമാദിപുരുഷം തമഹം ഭജാമി. രാധാ മാധവ ജയ കുഞ്ച വിഹാരി ജയ രാധാ മാധവ ജയ കുഞ്ച വിഹാരി ജയ ഗോപീ ജനവല്ലഭ ജയ ഗിരിവരധാരി ജയ ഗോപീ ജനവല്ലഭ ജയ ഗിരിവരധാരി യശോദനന്ദന വ്രജജനരഞ്ജന യശോദനന്ദന വ്രജജനരഞ്ജന യമുനതീരാവനചാരി ജയ കുഞ്ച വിഹാരി ജയ രാധാ മാധവ ജയ കുഞ്ച വിഹാരി ജയ രാധാ മാധവ ജയ കുഞ്ച വിഹാരി. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പുതിയൊരു സത്സംഗത്തിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. വെടിക്കെട്ടാണോ പടക്കമെന്ന് എനിക്കറിയില്ല. സാധാരണ അങ്ങനെ ചിലപ്പോൾ ഒക്കെ സംഭവിക്കാറുണ്ട് അബദ്ധത്തില്. പക്ഷെ ഇന്നൊരു ചെറിയ സബ്ജക്റ്റാണ്. എന്തായാലും തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് ആ സുഷീൽ ഗുരു പരമ്പരകളെ സ്മരിക്കാം. ഗുരുപരമ്പരകൾക്ക് എൻ്റെ ദണ്ഡവത് പ്രണാമം. ഈ ഒരു അവസരത്തിൽ തന്ന ആദികർത്ത പ്രഭുവിനെ എൻ്റെ ദണ്ഡവത് പ്രണാമം. എൻ്റെ ശിഷ്യാഗുരുക്കളെ ഓർക്കുന്നു, ദണ്ഡവത് പ്രണാമം. ശീലപ്രഭുപാദന് എൻ്റെ ദണ്ഡവത് പ്രണാമം. എൻ്റെ ഗുരുമഹാരാജിനെ സ്മരിക്കുന്നു, അവരവരുടെ ഗുരുമഹാരാജിനെ ഓർക്കുക, ദണ്ഡവത് പ്രണാമം അർപ്പിക്കുക. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും പാദകമലങ്ങളിൽ എൻ്റെ ദണ്ഡവത് പ്രണാമം അർപ്പിച്ചുകൊണ്ടും നിങ്ങളുടെ ഓരോരുത്തരുടെയും അനുവാദത്തോടും ആശീർവാദത്തോടും തുടങ്ങാം മംഗളാചരണം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതി വ്യാസം തതോ ജയമുദീരയേ. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭാഗവതേ ഉത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈസ്തുകി. മൂകം കരോതി വാചാലം പങ്കും ലംഘായതേ ഗിരിം യത്കൃപാദമഹം വന്ദേ ശ്രീഗുരും ദീനതാരിണം. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശിവാസാദി ഗൗര ഭക്തവൃന്ദ.
ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. ഒരിക്കൽ കൂടി എല്ലാവർക്കും സുസ്വാഗതം സത്സംഗത്തിലേക്ക്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഭാഗവതത്തിലെ ധ്രുവചരിതമാണ്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അത് 5 ചാപ്റ്ററിലായിട്ടാണ് കിടക്കുന്നത്. ഈ 5 ചാപ്റ്ററിനെ ക്രോഡീകരിച്ചുകൊണ്ടൊരു സമ്മറി പറയാമെന്ന് പറയുന്നത്, സമ്മറി പറയാം, പക്ഷേ ഈ 1 മണിക്കൂർ 50 മിനിറ്റ് എന്നൊക്കെ പറയുന്നത് വളരെ ചുരുക്ക സമയമാണ്. അപ്പം ആ കഥകൾ എല്ലാവർക്കും അറിയാവുന്നുണ്ട്. കഥ ഓടിച്ചായിരിക്കും പോകുന്നത്. ശ്രദ്ധിച്ച് കേൾക്കണം. എനിക്കറിയാവുന്ന കഥയാണല്ലോ, ഇത് കേൾക്കേണ്ട ആവശ്യമില്ല എന്ന് പറയേണ്ട ആവശ്യമില്ല. കാരണം ഈ കഥയ്ക്കകത്ത്, ഈ 5 ചാപ്റ്ററിനകത്ത് നിന്ന് നമുക്ക് ഒരു ഭക്തന് പഠിക്കേണ്ടതായിട്ടുള്ള കുറെ പോയിന്റ്സ് ഉണ്ട്. മിനിമം ഏതാണ്ട് 10 പോയിന്റ്സോളം പറയും. ഞാൻ നമ്പർ ഇട്ട് പറയില്ല, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. എന്നിട്ട് ഈ ക്ലാസിന്റെ അവസാനം കഴിയുമെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും ഈ 10 പോയിന്റ്സ് പറഞ്ഞാൽ എന്താണ്, ജഗസാക്ഷി പ്രഭു പറയുന്ന പോലെ MCRന്റെ മുണ്ട് ഷർട്ട് നിങ്ങൾക്ക് സമാനമായിട്ട് കിട്ടും. അപ്പോ കഥയിലേക്ക് നമുക്ക് പോകാം. നമുക്ക് 5 ചാപ്റ്റർ ഉള്ളതില് ഇതിന്റെ ഏതാണ്ട് 265ഓളം ശ്ലോകങ്ങളുണ്ട് ഈ 5 ചാപ്റ്ററിലായിട്ട്. ഈ 5 ചാപ്റ്ററിലെ അവസാനത്തെ ചാപ്റ്ററില്, അതായത് ഈ ധ്രുവചരിതം അവസാനിക്കുന്ന അവിടെ ഏതാണ്ട് 45-ാമത്തെ ശ്ലോകം മുതൽ 52 ശ്ലോകം, ഈ 5-ാമത്തെ ചാപ്റ്ററിൽ 52 ശ്ലോകങ്ങളാണ്. ഇത്രയും ശ്ലോകം, ഏതാണ്ട് 8 ശ്ലോകത്തോളം ഇതിന്റെ ഫലശ്രുതിയെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ആ ഫലശ്രുതി എന്താന്ന് ആദ്യം പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കാൻ ചിലപ്പോൾ ഒരു താല്പര്യം വന്നിരിക്കും. കാരണം എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. അതുകൊണ്ട് കുറച്ച് അറ്റൻഷൻ മതിയെന്ന് ചിലർക്ക് തോന്നിയേക്കാം. അപ്പൊ അവരോട് പറയുകയാണ്, ഇത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, അല്ല, ഈ ധ്രുവചരിതം നമ്മൾ തീർച്ചയായിട്ടും പഠിച്ചു കഴിഞ്ഞാൽ, ഇതിന്റെ ഈ കഥ എങ്ങനെയും ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ, അത് കേട്ട് കഴിഞ്ഞാൽ, മറ്റൊരാൾ പറയുന്നത്, ആരെങ്കിലും തമ്മിൽ ചർച്ച ചെയ്യുന്നത്, ഇത് വേറൊരാൾ കേട്ടാലും, ഇത് വാസ്തവത്തിൽ ഇത് മൈത്രേയ മുനിയും വിതുരരും കൂടാണ് ചർച്ച ചെയ്യുന്നത്, ഇത് വേറൊരാൾ കേട്ടാലും അവർക്കൊക്കെയും ഇത്രയും പുണ്യം കിട്ടുമെന്നാണ് പറയുന്നത്. ഇപ്പൊ പുണ്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. ഇത് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും പ്രശസ്തരാകും. ധ്രുവൻ മഹാപ്രശസ്തനായതുപോലെ നമ്മളും പ്രശസ്തി ആർജിക്കും. പിന്നെന്താണ്, സാമ്പത്തികമായ ഉന്നതി ഉണ്ടാകും. പിന്നെന്താണ്, ആയുരാരോഗ്യ സൗഖ്യം ലഭിക്കും. പിന്നെന്താണ്, ഉന്നത ലോകപ്രാപ്തി ഉണ്ടാകും. ഇങ്ങനെ കുറെ ഫലശ്രുതി പറയുന്നുണ്ട്. ഈ പറഞ്ഞതെല്ലാം എന്താണ്, ഭൗതികമായിട്ടുള്ള ഫലശ്രുതികളാണ്. എന്നാൽ ഭക്തന്മാർക്ക് വേണ്ടിയുള്ള ഫലശ്രുതികളും ഇതിനകത്ത് പറയുന്നുണ്ട്. അത് 8-ാമത്തെ അധ്യായത്തിൽ, അതായത് ആദ്യത്തെ പാർട്ടിലെ 8-ാം അധ്യായത്തിലെ 8-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. എന്തൊക്കെയാ പറയുന്നതിന്റെ സമ്മറി ഞാൻ പറയാം. ഞാൻ സാധാരണ പറയാറുള്ളതാണ്, എങ്കിലും അത് ഓർമ്മിച്ചിരിക്കാൻ വേണ്ടി ഒരിക്കൽ കൂടി പറയാം. അതായത് നമുക്ക് ഭക്തിയുത സേവനത്തിൽ നമുക്ക് മുന്നോട്ട് പോകാനുള്ള തടസ്സം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മായയാണ്. അപ്പൊ അതാണ് ഫസ്റ്റ് പോയിന്റ്, നമുക്ക് മായയിൽ നിന്ന് മുക്തമാകാം. അങ്ങനെ മായയിൽ നിന്ന് മുക്തമാകുക, അങ്ങനെ മായയിൽ നിന്ന് മുക്തമായ ശുദ്ധഭക്തനാകാം. അതാണ് 2-ാമത്തെ സ്റ്റേജ്. ശുദ്ധഭക്തനായാലോ, ശുദ്ധഭക്തനായി കഴിഞ്ഞാൽ മരണസമയത്ത് ഭഗവാനെ ഓർക്കാം. അതാണ് 3-ാമത്തെ സ്റ്റേജ്. മരണസമയത്ത് ഭഗവാനെ ഓർത്താലോ നമുക്ക് ഭഗവാന്റെ ധാമത്തിലേക്ക് തീർച്ചയായും പോകാം. അതാണ് 4-ാമത്തേത്. 5-ാമത്തെ എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ധാമത്തിലെത്തിയോ പിന്നെ നമുക്ക് തിരിച്ചു വരേണ്ടതില്ല, നമുക്ക് ആർക്കും പുനർജന്മം എടുക്കേണ്ടി വരും. ഇങ്ങനെ 5 പോയിന്റ്സ് ആണ് ഈ 8-ാമത്തെ ശ്ലോകത്തിന്റെ സമ്മറി ആയിട്ട് പറയുന്നത്. അപ്പോ ഈ കാര്യങ്ങൾ പറയുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഭാഗവതം അത് പഠിച്ചാൽ കിട്ടുന്ന പ്രയോജനങ്ങൾ, അതിനകത്ത് പറയുന്നത് 3 കൂട്ടം കാര്യങ്ങൾ കിട്ടും, 3 കൂട്ടം കാര്യങ്ങൾ പോയി കിട്ടും. അതെന്തൊക്കെയാണെന്നുള്ളത് കേട്ടേക്കാം, എന്നിട്ട് നമുക്ക് പോകാം. അതായത് കിട്ടുന്ന കാര്യങ്ങൾ ജ്ഞാന, വൈരാഗ്യ, ഭക്തി. നിങ്ങളെ കൊണ്ടൊക്കെ പറയിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ സമയമില്ല. കാരണം ഇത്രയും പോർഷൻ പോകണമെങ്കിൽ നമുക്ക് ഇത്രയും സമയം കിട്ടുമെന്ന് എനിക്കറിയില്ല. എങ്കിലും ഒരു ശ്രമമാണ്. നിങ്ങളൊക്കെയും പ്രാർത്ഥിക്കുക ഈ സമയത്ത് തന്നെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. അപ്പൊ 3 കൂട്ടം കാര്യങ്ങളാണ് കിട്ടുന്നത്: ജ്ഞാന, വൈരാഗ്യ, ഭക്തി. ജ്ഞാനം ഉണ്ടാകും, വൈരാഗ്യമാകും. വൈരാഗ്യം എന്ന് പറഞ്ഞാൽ അയലത്തേറിനുള്ള ദേഷ്യമല്ല, സംസ്കൃതത്തിലെ വൈരാഗ്യം, നമുക്ക് വിരക്തി എന്നുള്ള അർത്ഥം. പിന്നെ ഭക്തി ഉണ്ടാകും. ഈ 3 കൂട്ടം കാര്യങ്ങളാണ് കിട്ടുന്നത്. പോയി കിട്ടുന്നത് എന്തൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശോക, മോഹ, ഭയം. ശോകമില്ലാതാകും, കാരണം കഴിഞ്ഞു പോയതിനെ കുറിച്ച് നമ്മൾ ദുഃഖിക്കും, ആ ശോകമില്ലാതാകും. പിന്നെന്താണ്, മോഹം. കയ്യിൽ കിട്ടിയ കാര്യത്തിൽ തൃപ്തി വരാതെ ഒരു ശകലം കൂടെ കിട്ടിയെങ്കിൽ എന്ന് വിചാരിച്ചുള്ള മോഹം, അതിമോഹം, അത് ഇല്ലാതാകും. പിന്നെന്താണ്, ഭയം ഇല്ലാതാകും. അയ്യോ നാളെ എന്താകും, അങ്ങനെ പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ, ഈ 3നെ കുറിച്ചുള്ള ആ വറീസ് നമുക്ക് ഇല്ലാതാകും. എന്തൊക്കെയാണ്? ശോക, മോഹ, ഭയം ഇല്ലാതാകും.
അപ്പൊ 3 കൂട്ടം കാര്യങ്ങൾ കിട്ടും. എന്തൊക്കെയാണ്? ജ്ഞാനം, വൈരാഗ്യ, ഭക്തി. പോയി കിട്ടുന്നത് ശോക, മോഹ, ഭയം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതിന്റെ ഇൻട്രഡക്ഷൻ ആയിട്ട് പറയാനുള്ളത്. ഇനി നമുക്ക് ഇപ്പൊ ഭൗതിക വിരക്തിയിൽ നിന്നും ഭൗതിക ആ ഒരു ബന്ധത്തിൽ നിന്നുള്ള വിരക്തിയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട പോയിന്റ്. അതിലാണ് ധ്രുവൻ വിജയിച്ചത്. ഇനി നമുക്ക് 8ാമത്തെ ചാപ്റ്ററിൽ എന്താണ് പറയുന്നത് കേൾക്കാം. അങ്ങനെ ചാപ്റ്റർ വൈസ് ആയിട്ടായിരിക്കും പറയുന്നത്. നോക്കാം എന്തുമാത്രം പറ്റുമെന്ന്. ഓരോരുത്തരും പ്രാർത്ഥിക്കണേ. ഹരേ കൃഷ്ണ. ഇപ്പോ മൈത്രേയനും വിതുരനും കൂടാണ് ഈ ചരിത്രം ചർച്ച ചെയ്യുന്നത്. ബ്രഹ്മദേവന്റെ പുത്രൻ സ്വയംഭുവ മനു, മനുവിന്റെ ഭാര്യ ശതരൂപ. അപ്പൊ ഇവർക്ക് രണ്ടുപേർക്കും കൂടെ 2 കുട്ടികള്. മൂത്തയാളിന്റെ പേര് പ്രിയവ്രതൻ, രണ്ടാമത്തെ ആള് ഉത്ഥാൻപാദ് മഹാരാജ. അപ്പോ പ്രിയവ്രതനാണ് മൂത്തതെങ്കിലും മൈത്രേയൻ പ്രിയവ്രതനല്ല കൂടുതൽ പ്രാധാന്യം കൊടുത്തത്, ഉത്ഥാൻപാദ മഹാരാജാവിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തത്. എന്താണ് ഉത്ഥാൻപാദ മഹാരാജാവിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഉത്ഥാൻപാദ മഹാരാജ വലിയ നല്ല ശുദ്ധഭക്തനൊന്നും അല്ലായിരുന്നു. പക്ഷെ അയാളത്തിന്റെ മകൻ ആരാണ്? ധ്രുവൻ. അദ്ദേഹം നല്ല ഭക്തനും പ്രശസ്തി ആർജിച്ച കഥയായതുകൊണ്ട് ഈ കഥ ചർച്ച ചെയ്യുന്നതാണ് കൂടുതൽ മഹാത്മ്യം എന്ന് കരുതി മൈത്രേയൻ ധ്രുവ മഹാരാജാവിന്റെ കഥയാണ് 8ാമത്തെ അധ്യായത്തിൽ പറഞ്ഞു തുടങ്ങി. അപ്പോ നമ്മൾ കഥാപാത്രങ്ങളെ പരിചയപ്പെട്ടു. സ്വയംഭു മനു, മനുവിന്റെ പുത്രന്മാര് പ്രിയവ്രതനും ഉത്ഥാൻപാദ് മഹാരാജാവും. അങ്ങനെ ഉത്ഥാൻപാദ് മഹാരാജാവ് ഒരു ദിവസം രാജസിംഹാസനത്തിൽ ഇരിക്കുകയാണ്. അദ്ദേഹത്തിന് ഇരുന്നപ്പോ അതായത് ഉത്ഥാൻപാദ് മഹാരാജാവിന് 2 ഭാര്യമാര്, ഒന്ന് സുനീതി, മറ്റൊന്ന് സുരുചി. സുനീതി നീതിയും ധർമ്മവും സത്യവും ഒക്കെ പരിപാലിച്ചു പോകുന്ന ആളായതുകൊണ്ട് അദ്ദേഹത്തിന് ആ മാതാജിയുടെ പേരാണ് സുനീതി. അങ്ങനെ ഒരു ഭാര്യ. സുരുചി ഭൗതികതയോട് കൂടുതൽ രുചിയും, അതായത് ആധ്യാത്മം വിട്ടിട്ട് ഭൗതികതയോട് രുചിയുള്ള ആ സുരുചി. ഇങ്ങനെ 2 ഭാര്യമാരുള്ളത്. ഒന്ന് സുനീതി, മറ്റൊന്ന് സുരുചി. സുനീതിയുടെ മകൻ ധ്രുവൻ, സുരുചിയുടെ മകൻ ഉത്തമൻ. ഇത്രയാണ് കഥാപാത്രങ്ങൾ. ഇനി നമുക്ക് കഥയിലേക്ക് തുടങ്ങാം. ഒരിക്കല് ഉത്ഥാൻപാദ മഹാരാജാവ് രാജസിംഹാസനത്തിലെത്തിയപ്പോൾ സുനീതിയുടെ മകൻ ധ്രുവൻ മടിയിൽ കയറിയാൻ തുടങ്ങുകയും അപ്പൊ തന്നെ കണ്ടുകൊണ്ടുവന്ന ചിറ്റമ്മ അഥവാ സുനീതിയുടെ ഇളയ ഭാര്യ, ഉത്ഥാൻപാദ മഹാരാജാവിന്റെ 2ാമത്തെ ഭാര്യ സുരുചി വന്നിട്ട്, അതായത് ചിറ്റമ്മ വന്നിട്ട് ധ്രുവ മഹാരാജാവിനെ പിടിച്ച് താഴെ ഇറക്കുകയാണ്. ഇവിടെയാണ് സംഗതിയുടെ തുടക്കം. അങ്ങനെ ഈ കഥയൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. പക്ഷെ കഥയുടെ ഒരു ഫ്ലോ കിട്ടാൻ വേണ്ടി പറഞ്ഞു പോകുന്നുള്ളൂ. അങ്ങനെ ഇറക്കുമ്പോൾ ധ്രുവ രാജാവിന്, അല്ലെങ്കിൽ അന്ന് രാജാവല്ല, ധ്രുവനാണ്. ഒരു 5 വയസ്സ് പ്രായമുള്ള ധ്രുവനാണ്, ബാലനാണ്. പെട്ടെന്ന് വിഷമം ഉണ്ടാകുകയും എൻ്റെ അച്ഛന്റെ മടിയിൽ നിന്ന് എന്തിനാണ് പിടിച്ചിറക്കിയെന്ന് ചോദിച്ചു പറഞ്ഞു, നിനക്ക് ഈ മടിയിൽ ഇരിക്കാനുള്ള യോഗ്യതയില്ല. പിന്നെ എങ്ങനെയാ യോഗ്യത ഉണ്ടാകുന്നത്? അപ്പൊ പറഞ്ഞു, നീ എൻ്റെ പുത്രനായി വരണം, എൻ്റെ വയറ്റിലൂടെ വന്ന് എൻ്റെ പുത്രനായി വന്നെങ്കിൽ മാത്രമേ നിനക്ക് ഇരിക്കാനുള്ള യോഗ്യതയുള്ളതുകൊണ്ട് നീ ഇവിടുന്ന് പൊക്കോളാം. ധ്രുവന് കാര്യങ്ങളൊന്നും മനസ്സിലായില്ല. സുരുചി പറഞ്ഞത് വാസ്തവത്തില് എന്താണ്, എൻ്റെ മകന് മാത്രമേ ഈ രാജസിംഹാസനം അഥവാ അച്ഛൻ്റെ മടിയിൽ ഇരിക്കാനോ അല്ലെങ്കിൽ രാജാധികാരം ഉണ്ടാവുകയുള്ളൂ, നിനക്ക് ഇതിനുള്ള അധികാരമില്ലെന്നാണ് ഇൻഡയറക്റ്റ് ആയിട്ട് സുരുചി പറഞ്ഞു വെച്ചത്. കരഞ്ഞുകൊണ്ട് പോയി ധ്രുവൻ അമ്മയുടെ അടുക്ക പോകും. അമ്മയുടെ ആരാണ്? സുനീതിയുടെ അടുക്ക പോയി കാര്യങ്ങൾ പറയുകയും ചെയ്തു. സുനീതിക്ക് കാര്യങ്ങൾ മനസ്സിലായി എന്താണ് സംഭവിച്ചതെന്ന്. അപ്പോൾ സുനീതി പറഞ്ഞു, മോനെ, നിനക്ക് ആ മടിയിലിരിക്കാനുള്ള യോഗ്യതയില്ല എന്നുള്ളത് ശരിയാണ്. പക്ഷേ എന്താണ്, അവള് പറഞ്ഞ കാര്യം അസംഭവ്യമാണ്. അതെന്താണ്? കാരണം അവിടെ വയറ്റിൽ കുടിക്കുകയും ജനിക്കാൻ പറ്റും, നീ ഓൾറെഡി ജനിച്ചു കഴിയും. അതങ്ങനെ അമ്മ പറഞ്ഞിട്ടല്ല, എന്ത് അസംഭവ്യമായ കാര്യവും ഭഗവാൻ സാധിച്ചു തരുമെന്ന്. ഉടനെ പറഞ്ഞു, എനിക്ക് ആ ഭഗവാനോട് സംസാരിക്കണം, എനിക്ക് എന്ത് അസംഭവ്യമായ കാര്യവും എനിക്ക് ഭഗവാനോട് പറഞ്ഞ് ശരിയാക്കും. അങ്ങനെ ഭഗവാനെ കുറിച്ച് പറയാനായിട്ട് ഉടനെ പറഞ്ഞു, കുഴപ്പമില്ല, നീ ഭഗവാനായിട്ട് നല്ലതായിട്ട് നാമം ജപിച്ചാൽ മതി, നല്ലതായിട്ട് പ്രാർത്ഥിച്ചാൽ മതി, നിന്റെ ഏത് ആഗ്രഹവും ഭഗവാൻ സാധിച്ചു തരും. അപ്പൊ ചോദിച്ചു, ഭഗവാൻ എവിടെയാണ്? പെട്ടെന്ന് തന്നെ സുനീതി അമ്മ പോയി പൂജാമുറി കൊണ്ടുപോയി ഭഗവാനിന്റെ വിഗ്രഹം കാണിക്കുന്നു, ഇതാണ് ഭഗവാൻ. അപ്പൊ തന്നെ ധ്രുവന്റെ ഉള്ളിൽ ആ ഒരു ചവി അകത്ത് സ്ഥാപിക്കുകയും, എനിക്ക് എങ്ങനെയും ഭഗവാനോട്ട് നേരിട്ട് ഈ കാര്യങ്ങളൊക്കെ, ഈ അസംഭവ്യമായ കാര്യങ്ങൾ ഒക്കെ എനിക്ക് നേടിയെടുക്കണം, എനിക്കും എൻ്റെ അച്ഛനേക്കാൾ വലിയ ആളാകണം എന്ന് ആഗ്രഹിച്ച്
അപ്പൊ പറഞ്ഞു, സുനീതി പറഞ്ഞു ഇതിനൊക്കെ സമയമുണ്ട്. ഉടനെ ചോദിച്ചു എന്താ ചെയ്യേണ്ട? ഉടനെ പറഞ്ഞത് വനത്തിൽ പോകണം, തപസ് ചെയ്യണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. കുഞ്ഞെ നീ ഇപ്പൊ വളരെ കൊച്ചുകുട്ടിയാണ്, നിനക്ക് 5 വയസ്സേ ഉള്ളൂ, നീ കിടന്നുറങ്ങാൻ നോക്കാന്ന് പറഞ്ഞു. പക്ഷേ ധ്രുവൻ ഉറക്കം വന്നില്ല, ധ്രുവൻ ഉറങ്ങിയില്ല. ബാക്കി കഥകൾ നിങ്ങൾക്ക് അറിയാം. ധ്രുവൻ ഉറങ്ങാതെ എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞപ്പോ സാവധാനം വെളിയിൽ ഇറങ്ങി. അങ്ങനെ രാജകൊട്ടാരം വിട്ടുപോകുന്നു. അങ്ങനെ അതാണ് ഈ ചാപ്റ്ററിന്റെ പേര് തന്നെയാണ് ധ്രുവ മഹാരാജാവ് ഭവനം ഉപേക്ഷിച്ച് വനത്തിലേക്ക് പോകുന്നു എന്നാണ് ഈ ചാപ്റ്ററിന്റെ പേര് തന്നെ. അങ്ങനെ വനത്തിലേക്ക് പോവുകയാണ്. ഇങ്ങനെ പോകുമ്പോൾ ആദ്യം പഠിക്കേണ്ട പോയിന്റ്, അതായത് ഏതൊരു ഭക്തനാണോ ഭക്തിയുത സേവനത്തിന്റെ മുന്നോട്ടൊരു പാതയിലേക്ക് നടക്കാൻ തുടങ്ങുന്നത്, അവൻ ഒരു ചവിട്ടടി മുന്നോട്ട് വെക്കുമ്പോൾ ഭഗവാൻ അവന്റെ അടുത്തേക്ക് 10 ചവിട്ടടി മുന്നോട്ട് വെക്കും. അങ്ങനെ മുന്നോട്ടിറങ്ങിയ ധ്രുവനില് കണ്ടിട്ട് അന്തര്യാമിയായ ഭഗവാൻ ഉടൻ തന്നെ നാരദ ഋഷിക്ക് ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയാണ്. എന്താണ്? ദേ ഒരു പുതിയ ബാലൻ ഇറങ്ങിയിട്ടുണ്ട്, അവൻ നല്ല ഭക്തനാകാൻ പോവുകയാണ്, അവന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറയും. നാരദ ഋഷി ഉടൻ തന്നെ താഴെ വരുന്നു, ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യും. ഇവിടെ നമുക്ക് പഠിക്കേണ്ട ഗുണപാഠം ഇതാണ്. ഏതൊരു വ്യക്തിയാണോ ഭക്തിയിലേക്ക് വരുന്നത്, അപ്പൊ എന്താണ്? ഭഗവാന്റെ കൃപ കൊണ്ടാണ് ഒരു ഗുരുവിനെ കിട്ടുന്നത്, ഗുരുവിന്റെ കൃപ കൊണ്ടാണ് ഭഗവാനെ കിട്ടുന്നത്. ഒന്നുകൂടെ പറയാം, ഭഗവാന്റെ കൃപ കൊണ്ടാണ് ഒരു ഗുരുവിനെ കിട്ടുന്നത്, ഗുരുവിന്റെ കൃപ കൊണ്ടാണ് ഭഗവാനെ കിട്ടുന്നത്. അങ്ങനെ ഭഗവാൻ പറയുന്നു നാരദ ഋഷിയോട് നീ അവന്റെ അടുക്ക ചെല്ലാൻ. അങ്ങനെ നാരദ ഋഷിയുടെ ഇൻസ്ട്രക്ഷൻ പ്രകാരം എന്താണ്, പിന്നെ ഭഗവാനെ പ്രാപിക്കുകയാണ് ചെയ്യുന്നത്. നാരദ ഋഷി അടുത്ത പോയിന്റ്, നാരദ ഋഷി ആദ്യം പറയുന്നത്, നീ ഇവിടെ ഈ തപസ്സിൽ നിന്ന് പോയിട്ട് ഭഗവാനെ കാണുന്ന പ്രായമല്ല നിനക്ക്, നീ തിരിച്ചു പോകും. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് ഡിസ്കറേജ് ചെയ്യും, അഥവാ നിരുത്സാഹപ്പെടുത്തും. എന്തിനാണ് നിരുത്സാഹപ്പെടുത്തുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ധ്രുവനോട് സ്നേഹമില്ലാഞ്ഞിട്ടോ ഭക്തിയിൽ പുരോഗമിച്ചു പോലുള്ള അസൂയ കൊണ്ടോ അല്ല, മറിച്ച് അതാണ് ടെസ്റ്റ്. എപ്പോ ഭക്തിയുത സേവനത്തിലേക്ക് മുന്നോട്ട് വന്നു കഴിഞ്ഞാലും പരീക്ഷണങ്ങൾ ഉണ്ടാകും. നമ്മളൊക്കെ അറിയാം ഭക്തിയുത സേവനം മുന്നോട്ട് കൊണ്ടുപോകാൻ എന്ത് പാടാണ്. പരീക്ഷകളോട് പരീക്ഷകളാണ്. ഈ പരീക്ഷകളൊക്കെ അതിജീവിച്ച് വിജയിച്ചു കഴിഞ്ഞാൽ നമ്മൾ നല്ല ശുദ്ധഭക്തന്മാരാകും. അപ്പൊ നമ്മളെ ഒക്കെയും നല്ല ശുദ്ധഭക്തന്മാരാക്കാനുള്ള ഒരു ടെക്നിക്കാണ്. ഒരു ചെറിയ ഉദാഹരണം പറയാം. ബന്ദിപ്പൂവും റോസാപ്പൂവും. ബന്ദിപ്പൂവ് വളരെ വില കുറഞ്ഞ പൂവാണ്. ഒരു 10 രൂപ കൊടുത്തു കഴിഞ്ഞാൽ 100 ഗ്രാം കണ്ട് കിട്ടുമെന്ന് തോന്നുന്നു. എന്നാൽ റോസാപ്പൂവിന് ഒരു പൂവിന് 100 രൂപ വിലയുണ്ട്. അവിടെ എന്താ വ്യത്യാസം ചോദിച്ചു കഴിഞ്ഞാല്, റോസാപ്പൂവിന് ഭംഗിയുണ്ട്, ഭംഗി കൂടുതലാണ്, പിന്നെ മണമുണ്ട്, ബാക്കിയുള്ളതിനെ അപേക്ഷിച്ച് ഒരുപാട് ക്വാളിറ്റീസ് റോസാപ്പൂവിനുണ്ട്. എന്നാൽ ബന്ദിപ്പൂവിന് അത്രയും ക്വാളിറ്റി ഇല്ല, അതുകൊണ്ട് അതിന് വില കുറവാണ്. അതിന്റെ മൂലമായ തത്വം എന്താ ചോദിക്കുക, ബന്ദിപ്പൂ എവിടെയും വളരും, അതിന് പ്രത്യേകിച്ച് എന്താണ് റെസ്ട്രിക്ഷൻസ് ഒന്നും ആവശ്യമില്ല. ഏത് കാട്ടിൽ എവിടെ നിന്ന് വെള്ളം പിടിച്ച്, പ്രത്യേകിച്ച് പരിചരണത്തിന്റെ ഒന്നും ആവശ്യമില്ല. എന്നാൽ റോസാപ്പൂ അങ്ങനെയല്ല, നല്ല പരിചരണം വേണം, ഒപ്പം അതില് മുള്ളുമുണ്ട്. അപ്പോ ഈ മുള്ളുള്ളത് കൊണ്ട് ഈ റോസാപ്പൂ വിരിഞ്ഞു കഴിഞ്ഞാലും ഈ പൂവ് അത് അങ്ങോട്ടോ ഇങ്ങോട്ടോ കാറ്റിലാടുമ്പോൾ ഈ മുള്ളിൽ വന്ന് തട്ടും. അങ്ങനെ മുള്ളിൽ നിന്ന് ഇതിന് വേദന അനുഭവിക്കേണ്ടി വരും പൂവിന്. തന്നെയല്ല, ആര് കണ്ടാലും അത് പറിച്ചുകൊണ്ട് പോകാനും തോന്നും. ഇങ്ങനെ ഒരുപാട് പ്രതിസന്ധികൾക്കിടയിലാണ് റോസാപ്പൂ വളർന്നിരിക്കുന്നത്. എന്നാൽ ബന്ദിപ്പൂ കണ്ടു കഴിഞ്ഞാൽ ആരും ഒന്നും പറിച്ചുകൊണ്ട് പോകത്തില്ല. ഇത് എത്ര പൈസ കിട്ടുന്ന സാധനം വേണ്ടെന്ന് പറയും. ഇങ്ങനെ നമ്മുടെ വാല്യൂ കൂട്ടാൻ വേണ്ടി, ബന്ദിപ്പൂവിന് അധികം വിലയില്ല, റോസാപ്പിന് വിലയുണ്ട്. കാരണം എന്താ, പ്രതിസന്ധികളിലൂടെ വളർന്നാണ് റോസാപ്പൂ. ഒരു പ്രതിസന്ധികളില്ല, വളരെ നിസ്സാരമായിട്ട് കാഷ്വലായിട്ട് വളർന്നാണ് ബന്ദിപ്പൂ. ആ ബന്ദിപ്പൂവിന് അത്രയ്ക്കുള്ള വിലയുള്ളൂ. എന്നാൽ രണ്ടും പൂജയ്ക്ക് എടുക്കുകയും ചെയ്യും. പക്ഷേ പ്രതിസന്ധികളിലൂടെ ആരാണോ വളർന്നു വരുന്നത്, ഇപ്പൊ ഭക്തിയുത സേവനത്തിൽ പ്രതിസന്ധികൾ ഉണ്ടായെങ്കിൽ മാത്രമേ നമ്മൾ മുന്നോട്ട് പോകുള്ളൂ. അവരുടെ ഭക്തിയാണ് കൂടുതൽ ഉറച്ചു നിൽക്കുന്നത്. ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. മീരാബായിയുടെ ഭക്തി, പ്രഹ്ലാദന്റെ ഭക്തി ഒക്കെ ഈ പ്രതിസന്ധികളിലൂടെയാണ് അവര് മുന്നോട്ട് വന്നത്. അപ്പൊ ഇവിടെ നാരദ ഋഷി വളരെ കൂടുതൽ പറയുകയാണ്, മോനെ നീ തിരിച്ചു പോകും. പക്ഷെ പോയില്ല. കുറെ നേരം വായിക്കഴിഞ്ഞപ്പോ ധ്രുവ മഹാരാജ് പറഞ്ഞു, എന്തെങ്കിലും പറയാനുണ്ടെ പറ, കാരണം എന്താണ്, എനിക്ക് ഭക്തിയുത സേവനം ചെയ്തിട്ട് ഭഗവാനെ കാണാനുള്ള തിടുക്കമായി. അങ്ങനെ മനസ്സിലാക്കിയപ്പോ തന്റെ ചെറിയ ചെറിയ ടെസ്റ്റുകളിലൊന്നും വിജയിക്കുന്നില്ലെന്ന് കണ്ടപ്പോ എന്താണ്, ഉടനെ തന്നെ നാരദ ഋഷി തന്റെ ഇനിഷ്യേഷൻ കൊടുക്കുകയാണ്, മന്ത്രങ്ങൾ ഉപദേശിക്കുകയാണ്. ഓം നമോ ഭഗവതേ വാസുദേവായ. പിന്നീട് യമ നിയമ അങ്ങനെയുള്ള 8 കാര്യങ്ങളെ കുറിച്ച് പഠിപ്പിക്കുകയാണ്. അതൊക്കെ എങ്ങനെയാണ് അനുഷ്ഠിക്കേണ്ടതെന്ന് പറയുകയാണ്. അതില് യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാര, ധാരണ, ധ്യാനം, സമാധി, ഇത്രയും 8 കൂട്ടം കാര്യങ്ങളുണ്ട്. ഇതെല്ലാം വളരെ കൃത്യമായിട്ട് ധ്രുവൻ അനുഷ്ഠിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യും. ധ്രുവൻ അനുഷ്ഠിച്ച വ്രതത്തിന്റെ കാര്യത്തെക്കുറിച്ച് ധാരാളം പറയാനുണ്ട്. പക്ഷേ
അവസാനത്തെ സ്റ്റേജായ സമാധി സ്റ്റേജിലായ കാര്യത്തിൽ ഒരു പോയിന്റ് മാത്രം പറയുകയാണ്. അത് നാലാമത്തെ സ്കന്ധത്തിലെ 8-ാം അധ്യായത്തിലെ 79-ാമത്തെ ശ്ലോകത്തിൽ ഒരു ഉദാഹരണം പറയുന്നുണ്ട്. അതായത് ധ്രുവൻ പെരുവിരിൽ നിന്നാണ് ഈ തപസ് ചെയ്തെന്ന് പറയുന്ന അവസാന സ്റ്റേജ്. അതായത് ആദ്യം കുറെ സ്റ്റേജുകളുണ്ട്, യോഗയുടെ കുറെ സ്റ്റെപ്പുകളിലൂടെ വന്നിട്ടുണ്ട്, ആഹാരക്രമം ക്രമീകരിച്ചെന്ന് കുറെ പറയുന്നുണ്ട്. ഇതിലെ അവസാനത്തെ സ്റ്റേജ് അതായത് നിൽക്കുന്നത് ബദ്ധാത്മക് പാദാങ്കുഷ്ട വൃക്ഷാസനം എന്ന ആസനത്തിലാണ്. എന്താണ് ബദ്ധാത്മകം ചോദിച്ചു കഴിഞ്ഞാൽ തന്റെ നവദ്വാരങ്ങളെല്ലാം, മൂക്ക് അതുപോലുള്ള കണ്ണ്, എല്ലാ ദ്വാരങ്ങളും അടച്ചു. അതാണ് ബദ്ധാത്മക് അല്ലെ ബദ്ധാത്മക്. പാദാങ്കുഷ്ട, കാലിന്റെ പെരുവിരൽ മാത്രം ഭൂമിയിൽ ഉറച്ചിട്ടുള്ളൂ ഇപ്പൊ. അങ്ങനെ പാദാങ്കുഷ്ട വൃക്ഷാസനം എല്ലാവർക്കും അറിയാം. ഒരു കാലിൽ നിന്നുകൊണ്ട് കൈകൾ മുഴപ്പോട്ട് ഉയർത്തി കണ്ണുകൾ മുകളിലേക്ക് നിർത്തി ദൃഷ്ടി ഉറപ്പിച്ചുള്ള ആസനം. അപ്പൊ ഇങ്ങനെ എല്ലാ നവദ്വാരങ്ങളും അടച്ച് ബദ്ധാത്മക്, പാദാങ്കുഷ്ട പെരുവിരൽ മാത്രം നിർത്തി വൃക്ഷാസനത്തിൽ നിന്നാണ് ധ്രുവൻ അവസാനത്തെ 6-ാമത്തെ മാസത്തിൽ, ഓരോ മാസം ചെയ്തതിന് ഓരോ പ്രത്യേകതകളുണ്ട്. ഈ 6-ാമത്തെ മാസത്തിലെ അവസാനത്തെ സ്റ്റേജാണ് ഈ പറയുന്നത്. ബദ്ധാത്മക്, പാദാങ്കുഷ്ട, വൃക്ഷാസനം. ഇതിൽ നിന്നപ്പോ ഇവിടെ പ്രഭുപാദിന്റെ എക്സ്പ്ലനേഷനിലും പറയുന്നുണ്ട്, ശ്ലോകത്തിലും പറയുന്നുണ്ട്. അതായത് ഈ പെരുവിരല് താഴ്ന്ന് എങ്ങനെയാണ് ഭൂമിയുടെ പകുതിയോളം താഴ്ന്നു പോയി എന്നാ പറയുന്നത്. അങ്ങനെ താഴ്ന്നു പോയെന്ന് മാത്രമല്ല, ഭൂമിയുടെ ബാലൻസ് ആടാൻ തുടങ്ങി. എപ്രകാരമാണോ ഒരു ആന വള്ളത്തിലേക്ക് കയറുന്നത്. ഇപ്പൊ ആനയെ കൊണ്ടുപോകുന്നത് ലോറിയിലാണ്, എന്നാൽ പണ്ട് കാലത്ത് അങ്ങനെ എല്ലാ സാധനങ്ങളും ട്രാൻസ്പോർട്ട് വേണ്ടിയും വള്ളത്തിലായിരുന്നു. അപ്പൊ ഈ ഒരു ആനയെ കയറ്റാനുള്ള വലിയ കെട്ടുവള്ളം, അതിലേക്ക് ആനയെ കയറ്റുമ്പം ഈ വള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും പോലെ ആടും. അങ്ങനെ എപ്രകാരമാണോ വള്ളം ആടിയത്, ഒരു ആനയെ കയറ്റുമ്പോൾ ഓരോ കാലും വെക്കുമ്പോൾ എപ്രകാരമാണോ വള്ളം ആടിയത്, അതുപോലെ ഭൂമി ആടാൻ തുടങ്ങി. ഇത്രയൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ ഘോര തപസ്സാണെന്ന് മനസ്സിലാക്കിയ ഭഗവാൻ ബാക്കി ദേവീദേവതമാരുടെ അപേക്ഷ പ്രകാരം ഭഗവാൻ പ്രത്യക്ഷപ്പെടുകയാണ്. അതും പറയുന്നുണ്ട്, ഒരു ഇടിമിന്നൽ പോലെ താൻ ഇത്രയും നേരം മനസ്സിൽ പ്രതിഷ്ഠിച്ചിരുന്ന ഭഗവാന്റെ വിഗ്രഹം അപ്രത്യക്ഷമാവുകയും കണ്ണു തുറന്നു നോക്കിയപ്പോൾ തന്റെ നേരെ മുന്നിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. ഇതാണ് 8-ാമത്തെ അധ്യായത്തിൽ. 9-ാമത്തെ അധ്യായത്തിൽ പറയുകയാണ്. 9-ാമത്തെ അധ്യായത്തിന്റെ പേര് തന്നെ ഭവനത്തിലേക്ക് ധ്രുവ മഹാരാജ മടങ്ങിപ്പോകുന്നു. ഭഗവാനെ പ്രത്യക്ഷമായി കണ്ടപ്പോ പെട്ടെന്ന് അന്താളിച്ചു പോയി. എന്താ പറയണ്ടേ, എന്താ ചോദിക്കണ്ടേ, ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാൻ, ഒരുപാട് കംപ്ലൈന്റുമായിട്ടാണ് ഭഗവാനെ കാണാൻ വന്നത്. പക്ഷെ ഭഗവാനെ കണ്ടു കഴിഞ്ഞപ്പോ യാതൊരു കാര്യവും പറഞ്ഞില്ല, വളരെ നിന്ന് ബ്ലങ്ക് നിൽക്കുക. എന്നാൽ ഭഗവാനെ ഒന്ന് സ്തുതിക്കണമെന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് ഭഗവാനെ പുകഴ്ത്തണമെന്നുണ്ട്, പക്ഷെ ഒന്നും വെളിയിലേക്ക് വന്നില്ല. അപ്പോഴാണ് ഭഗവാൻ, കരുണാമയനായ ഭഗവാൻ തന്റെ ശംഖെടുത്ത് അവന്റെ നെറുകയിൽ ഒന്ന് ചെറുതായിട്ട് സ്പർശിച്ചു. ആ സ്പർശനം ഏറ്റപ്പോഴത്തേക്കും ഉടനെ തന്നെ ധ്രുവൻ ആക്റ്റീവ് ആകുകയാണ്. പിന്നീട് ധ്രുവന്റെ സ്തുതികളാണ് പിന്നീടുള്ള ശ്ലോകങ്ങൾ പറയുന്നത്. അങ്ങനെ സ്തുതികൾ കുറേ ഉണ്ട്. ആ സ്തുതികൾ കഴിഞ്ഞപ്പോ പിന്നീട് ചോദിച്ചു, നിനക്ക് എന്താണ് വരം വേണ്ടത്? ഉടനെ പറഞ്ഞു, എനിക്ക് ഒരു വരവും വേണ്ട, അവിടുത്തെ കണ്ടല്ലോ, അതെന്നെ സന്തോഷം. പക്ഷെ അന്തര്യാമിയായ ഭഗവാൻ എന്തിനാണ് ഈ ധ്രുവം വന്നിരിക്കുന്നതെന്ന് അറിയാം. അതുകൊണ്ട് പിന്നീട് ഒരു 6-7 പോയിന്റ്സ് പറയുന്നത് ഭഗവാൻ കൊടുത്ത വരങ്ങളാണ്. എന്തൊക്കെയാണ്? നിന്റെ അച്ഛനോ മുത്തച്ഛനോ അതിന്റെ അച്ഛനോ ഇതുവരെ പ്രാപിച്ചിട്ടില്ലാത്ത സ്ഥാനം വേണം നിനക്കല്ലേ. അച്ഛനാരാണ്? ഉത്ഥാൻപാദ മഹാരാജ്. മുത്തച്ഛനാണ് മനു. പിന്നെ അതിന്റെ അച്ഛനോ ബ്രഹ്മദേവൻ. ഇവരാരും ഇരുന്നിട്ടില്ലാത്ത ഒരു സ്ഥാപനം, അതായത് ഒരു സ്ഥലം, ഒരു ഗ്രഹം അല്ലെങ്കിൽ ഒരു തലം. അതേതാണ്? അതിനുവേണ്ടി ഒരു ഉയർന്ന ഗ്രഹം തന്നെ നിനക്കിതാ തരുന്നു, ധ്രുവ നക്ഷത്രം. ആ കഥ നിങ്ങൾക്കറിയാം. അടുത്ത് കൊടുത്ത വരവ് എന്ന് പറയുന്നത് നിനക്ക് 36,000 വർഷം പൂർണ്ണ യൗവനത്തോടു കൂടി നിനക്ക് രാജ്യം ഭരിക്കാം. പിന്നെന്താ പറയുന്നത്? നിന്റെ അച്ഛൻ വനവാസത്തിന് പോകും, കാരണം രാജ്യകാര്യങ്ങളൊക്കെ നിന്നെ ഏൽപ്പിക്കും. ഇപ്പൊ ചെയ്ത പോലല്ല. പിന്നെ അത്രയും അങ്ങനെ രാജ്യം കെട്ടിക്കഴിഞ്ഞാൽ 36,000 വർഷം നിനക്ക് ഈ രാജ്യം ഭരിക്കാം. 36,000 നിൽക്കുമ്പോൾ ആരും ഭയക്കണ്ട. ഇത് സത്യുഗത്തിലാണ് ഈ കഥ നടന്നത്. സത്യുഗത്തിൽ അന്ന് മനുഷ്യന്റെ ആയുസ് 1,00,000 വർഷമുണ്ട്. അപ്പൊ പകുതി പോലും ആകുന്നില്ല 36,000. അങ്ങനെ 36,000 വർഷം നിറയൗവനത്തോടെ നിന്റെ ഇന്ദ്രിയങ്ങൾക്കൊന്നും ഒരു കുഴപ്പമുണ്ടാകില്ല. നിനക്ക് വാർദ്ധക്യം ഒരിക്കലും ബാധിക്കില്ല. പിന്നെന്താണ്? നിന്റെ സഹോദരൻ ഉത്തമൻ. അടുത്ത പോയിന്റ്, നിന്റെ സഹോദരൻ ഉത്തമൻ പിന്നെ കാലാന്തരത്തില് വനത്തിൽ പോവുകയും അവിടെ വെച്ച് യക്ഷന്മാരാൽ മരിച്ചു പോവുകയും ചെയ്യും. അഥവാ അവരവരെ കൊല്ലും, അവനെ കൊല്ലും. പിന്നെന്താണ്? ഈ മരണവാർത്ത അറിഞ്ഞ് നിന്റെ ചിറ്റമ്മ നിന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടില്ലേ, അങ്ങനെ കാരണമാക്കിയ ചിറ്റമ്മ, അവരും ഈ മകൻ മരിച്ചതിന്റെ ആധിയില് അവരും വനത്തിലേക്ക് പോവുകയും കാട്ടുതീയിൽപ്പെട്ട് അവരും മരിച്ചു പോകും. പിന്നെന്താണ് ഇതിൽ നിന്ന് പഠിക്കാനുള്ള പോയിന്റ്?
ഞാൻ ആദ്യം പറഞ്ഞു, നമ്മൾ ഈ പറഞ്ഞു പോകുന്നതിൽ ഓരോ പോയിന്റ്സ് വരും. ആ പോയിന്റ്സ് വരികയാണ്. അതിന്റെ അർത്ഥം ഒരിക്കലും ഒരു വൈഷ്ണവനോട് അപരാധം അരുത്. അതായത് സുരുചി അറിയാതാണെങ്കിലും ചെയ്തത് വൈഷ്ണവ അപരാധമാണ്. അതുകൊണ്ട് അവർക്കും അതിന്റെ ശിക്ഷ കിട്ടും. പിന്നെന്താണ്, ഈ നീ എല്ലാ യജ്ഞങ്ങളും ദാനങ്ങളും നടത്തി നിന്റെ എല്ലാ ആഗ്രഹങ്ങളും സാധിക്കും. പിന്നെന്താണ് അവസാനത്തെ പോയിന്റ്, 7ാമത്തെ പോയിന്റ്, നീ എന്നെ മരണസമയത്ത് സ്മരിക്കും. നിന്റെ അന്ത്യകാലത്ത് നീ എന്നെ സ്മരിക്കും, എന്റെ ധാമത്തിലേക്ക് നിനക്ക് തിരിച്ചു വരികയും ചെയ്യും. ഇങ്ങനെ 7 പോയിന്റ്സ് ആണ് പറയുന്നത്. അതായത് നിന്റെ അച്ഛനോ മുത്തച്ഛനോ അതിന്റെ അച്ഛനോ കിട്ടാത്ത യോഗ്യത, പിന്നെ 36,000 വർഷം നിറയൗവനത്തോടു കൂടിയും വാർദ്ധക്യം ഏൽക്കാതെ നിനക്ക് രാജ്യം ഭരിക്കാം. പിന്നെന്താണ്, നിന്റെ സഹോദരൻ ഉത്തമൻ കാട്ടിൽ പോയി കഴിഞ്ഞാൽ യക്ഷന്മാരിലാൽ അയാൾ കൊല്ലപ്പെടും. പിന്നെന്താണ്, മകൻ മരിച്ച് ദുഃഖത്തില് പിന്നെ നിന്റെ സുരുചി മരിച്ചു പോകും. പിന്നെന്താണ്, നീ എല്ലാ യജ്ഞങ്ങളും ദാനങ്ങളും നടത്തി നിന്റെ എല്ലാ ആഗ്രഹങ്ങളും സഫലീകരിക്കും. അവസാനം നീ എന്റെ ധാമത്തിൽ എത്തിച്ചേരുകയും ചെയ്യുന്നു. ഇത്രയാണ് 9ാമത്തെ ചാപ്റ്ററിലെ പോയിന്റ്സ്. 10ാമത്തെ ചാപ്റ്ററിലേക്ക് പോകാം. 10ാമത്തെ ചാപ്റ്ററിൽ പറയുന്ന ഇതാണ് യക്ഷന്മാരുമായിട്ടുള്ള ധ്രുവ മഹാരാജന്റെ യുദ്ധം. ഹരേ കൃഷ്ണ. സ്പീഡ് ഉണ്ടെങ്കിൽ പറയണേ. മനസ്സിലാവുന്നുണ്ടല്ലോ പ്രഭു? കുറച്ച് സ്പീഡ് കമ്മിയാക്കിയും വളരെ ഉപകാരം. എനിക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നില്ല. ഓക്കെ, എന്ത് ചെയ്യാനാ മാതാജി, 5 ചാപ്റ്റർ അടിച്ചു പോകണ്ടേ? അതുകൊണ്ട് നല്ല ശ്രദ്ധിച്ചിരിക്കുക, കുറച്ചുകൂടെ ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം. ഹരേ കൃഷ്ണ. 10ാമത്തെ ചാപ്റ്ററിൽ പറയുന്നത് യക്ഷന്മാരുമായിട്ടുള്ള യുദ്ധമാണ്. അപ്പോ ഇത്രയും നേരവും പറഞ്ഞിട്ടുള്ള, അല്ലെങ്കിൽ മുകളിൽ പറഞ്ഞ 7 പോയിന്റ്സ്, വരദാനമായിട്ട് പറഞ്ഞിട്ടുള്ള 7 പോയിന്റ്സ്, ഭഗവാൻ ധ്രുവന് കൊടുത്ത 7 പോയിന്റ്സും പ്രാവർത്തികമാകുന്ന കാര്യങ്ങളാണ് ഇനിയുള്ള 10ാമത്തെ ചാപ്റ്ററിൽ പറയുന്നത്. എന്തൊക്കെയായിരുന്ന 7 പോയിന്റ്സ്? നിന്റെ അച്ഛനോ മുത്തച്ഛനോ, അതെന്താണ്? അവസാനമാണ്. പിന്നെന്താണ്, 36,000 വർഷം നീ നിറയൗവനത്തോടെ രാജ്യം ഭരിക്കും. അങ്ങനെ വളരെ നല്ല ഭംഗിയായിട്ട് രാജ്യം ഭരിക്കുന്നു. ഉത്താൻപാദ രാജാവിന്റെ വിവാഹം എന്താണ്, പിന്നെ തന്റെ അച്ഛൻ അതായത് ഉത്താൻപാദ മഹാരാജാവ് വനത്തിലേക്ക് പോകുന്നു, മകനെ രാജ്യഭാരം ഏൽപ്പിക്കുന്നു. അതിനുശേഷം ധ്രുവൻ രാജാവാകുന്നു, നല്ല രാജാവായിട്ട് രാജ്യം ഭരിക്കുന്നു. അങ്ങനെ കുറെ കാര്യങ്ങൾ നടത്തി. അങ്ങനെ ആ ഉത്തമനായ രാജാവ് അങ്ങനെ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കൽ ഉത്തമൻ, അതായത് അനിയൻ ഉത്തമൻ വനത്തിലേക്ക് പോകുന്നു. അവിടെ വെച്ച് യക്ഷന്മാരാൽ മരിച്ചു അഥവാ കൊല്ലപ്പെട്ടു എന്ന വാർത്ത അറിയുന്നു. ഈ വാർത്ത അറിഞ്ഞുകൊണ്ട് യക്ഷന്മാരുമായിട്ട് യുദ്ധത്തിന് പുറപ്പെടുന്നു, അഥവാ യുദ്ധമുണ്ടാകുന്നു. ഈ യുദ്ധത്തിന്റെ രംഗങ്ങളാണ് കൂടുതലും 10ാമത്തെ അധ്യായത്തില്. ആ യുദ്ധത്തിനെ കാര്യങ്ങൾ ഞാൻ അധികം വർണ്ണിക്കുന്നില്ല. അവസാനം യുദ്ധത്തിന്റെ ഏതാണ്ട് ലാസ്റ്റ് പോർഷൻ, ഇതിനിടയില് എന്താണ്, സുരുചി കാട്ടുതീയിലിട്ട് മരിച്ചു പോവുകയും ചെയ്യുന്നുണ്ട്. അതും ഇതിനകത്ത് ഈ 10ാം അധ്യായത്തിൽ തന്നെയാണ് നടക്കുന്നത്. ഇതെല്ലാം കഴിയുന്ന ഈ ഒരു ദേഷ്യവും വിഷമം, അനുജൻ പോയന്റെ ഒരു വൈരാഗ്യ ബുദ്ധി എല്ലാം കൂടെ ചേർന്ന് ക്ഷത്രിയനായ ധ്രുവൻ തന്റെ ക്ഷത്രിയ ധർമ്മം പരിപാലിക്കാൻ വേണ്ടി യക്ഷന്മാരോട് പകരത്തിന് യുദ്ധം ചെയ്യുകയാണ്. അങ്ങനെ യുദ്ധം അങ്ങനെ വളരെ ഭംഗിയായിട്ട് നടത്തും. കാരണം ധ്രുവൻ എല്ലാവിധ കഴിവുകളുണ്ട്, നല്ല യോദ്ധാവാണ്. അങ്ങനെ ഭംഗിയായിട്ട് യുദ്ധം വരികയായിരുന്നു. പക്ഷെ പെട്ടെന്നാണ് യക്ഷന്മാരുടെ കൂട്ടത്തിൽ നിന്ന് മായിക, അതായത് മായാ യുദ്ധത്തിൽ അവർക്ക് അങ്ങനെ ഒരു കളിയുണ്ട്. ഈ രാക്ഷസന്മാർക്കും യക്ഷന്മാർക്കും ഒക്കെ മായാവി യുദ്ധം, നമ്മൾ രാമായണമൊക്കെ വായിക്കുമ്പോൾ ഈ സംഭവം പഠിച്ചിട്ടുണ്ട്. അപ്പൊ മായായുദ്ധം തുടങ്ങി. അങ്ങനെ മായികമായ വിദ്യ അല്ലെങ്കിൽ യുദ്ധമുറ അവർ തുടങ്ങി. ഇതിൽ അന്താളിച്ചു പോവുകയും ചെയ്യും ആര്? ധ്രുവൻ. അങ്ങനെ മായികമായ യുദ്ധമുറയിൽ അന്താളിച്ചു പോയ ധ്രുവനെ സഹായിക്കാൻ മഹാമുനികൾ നോക്കി നിൽക്കുകയാണ്. എന്താണ് ഇവിടെ നടക്കുന്നത്? മഹാമുനികൾ ഉടൻ തന്നെ അഭിപ്രായപ്പെട്ടു, നീ നിന്റെ കഴിവുകൾ ഓർമ്മിക്കുക, നീ ഭഗവാനെ ഓർമ്മിക്കുക, തീർച്ചയായിട്ടും ഭഗവാൻ നിന്നെ സഹായിക്കും. അങ്ങനെ പറഞ്ഞു വരുന്നതാണ്. അങ്ങനെ പറഞ്ഞു വരികയും നാരായണ അസ്ത്രം എന്ന് പറയുന്ന അസ്ത്രം അവിടെ മഹാമുനികളുടെ ആ ഒരു ഉപദേശത്തോടു കൂടി അദ്ദേഹത്തിന് ഓർമ്മ വരികയാണ്. അപ്പോ ഈ നാരായണാസ്ത്രം തൊടുക്കാം, അല്ലെങ്കിൽ അത് തൊടുത്താൽ മതി, രക്ഷപ്പെടും എന്നുള്ള ആ ഒരു സംഭവം വരെയാണ് 10ാം അധ്യായത്തിൽ പറയുന്നത്. ഇനി 11ാമത്തെ അധ്യായത്തിൽ ധ്രുവ മഹാരാജാവിനെ സ്വയംഭൂ മനു ഉപദേശിക്കുന്നതാണ് അടുത്ത ചാപ്റ്റർ. അപ്പോ ഈ യക്ഷന്മാരുടെ മായായുദ്ധത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ, അല്ലെങ്കിൽ മായയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ എന്താണ് മാർഗമെന്ന് ആലോചിച്ചപ്പോഴാണ് സങ്കോപാംഗ അസ്ത്രം അഥവാ നാരായണാസ്ത്രം. മുമ്പേ ഞാൻ പറഞ്ഞു സങ്കോപാംഗ അസ്ത്രം. ഈ സങ്കോപാംഗ അസ്ത്രം എന്ന് പറയുന്നത് നാരായണാസ്ത്രം, നാരായണൻ തന്നെ ഉണ്ടാക്കി ധ്രുവന് കൊടുത്ത ഒരു അസ്ത്രമാണ്. അത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഈ മായയിൽ നിന്ന് രക്ഷപ്പെടാം. അവിടെ നമ്മൾ പഠിക്കേണ്ട പാഠം നെക്സ്റ്റ്
അതായത് എപ്പോഴാണോ ഒരാൾ മായയിൽ അകപ്പെടുന്നത് അപ്പോൾ സംഗോപാംഗ അസ്ത്രം ഉപയോഗിക്കാൻ വരുന്നത് എന്ന് സത്യയുഗത്തിൽ. ഇത് നടക്കും. നമ്മളിപ്പോ എപ്പോഴാണ്? കലിയുഗത്തിലാണ്. കലിയുഗത്തിൽ ഉപയോഗിക്കേണ്ടത് സംഗോപാംഗ അസ്ത്രമല്ല, മറിച്ച് സംഘം ചേർന്ന ഹരിനാമ സങ്കീർത്തനം. ഇത് പ്രഭുപാദിന്റെ എക്സ്പ്ലനേഷൻ പറയുന്നുണ്ട്, അതായത് പാർപ്പട്ടിൽ പറയുന്നുണ്ട്. അപ്പോ ചൈതന്യ മഹാപ്രഭു നമുക്കായി തന്നിരിക്കുന്ന ഈ ഹരേ കൃഷ്ണ മഹാമന്ത്രം നമ്മൾ സംഘം ചേർന്ന് ജപിച്ചു കഴിഞ്ഞാൽ ഏത് മായയിൽ നിന്നും നമ്മൾ രക്ഷപ്പെടും. ഇപ്രകാരമാണോ ധ്രുവൻ മായയിൽ അകപ്പെട്ട് രക്ഷപ്പെട്ടത്, അതുപോലെ നമ്മളും സംഘം ചേർന്ന് നാമം ജപിച്ചു കഴിഞ്ഞാൽ നമ്മളും മായയിൽ നിന്ന് രക്ഷപ്പെടും. അതാണ് അവിടുന്ന് പഠിക്കാനുള്ള പോയിന്റ്. കഥകൾ നമുക്കറിയാം, ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന പോയിന്റ്സ് ആണ് നിങ്ങൾ നോട്ട് ചെയ്യുന്നത്. ഓക്കെ, ഹരേ കൃഷ്ണ. എനിക്കറിയാം കഥ നല്ലതായിട്ട് സ്പീഡിലാണ് പോകുന്നത്, കാരണം ഇനി അരമണിക്കൂറേ ഉള്ളൂ. അതുകൊണ്ട് ബാക്കിയുള്ള കാര്യം കൂടെ ശ്രദ്ധിച്ച് കേൾക്കുക. ഹരേ കൃഷ്ണ. അപ്പോ പിന്നീട് പറയുന്നത്, അങ്ങനെ ഈ സംഗോപാംഗ അസ്ത്രം, അതായത് നമ്മൾ ഹരിനാമ സങ്കീർത്തന അസ്ത്രമാണ് നമ്മൾ കലിയുഗത്തിൽ ഉപയോഗിക്കേണ്ടത്. പക്ഷെ ധ്രുവൻ അന്നേരം ചെയ്യാൻ തുടങ്ങിയത് സംഗോപാംഗ അസ്ത്രം അഥവാ നാരായണ അസ്ത്രം തൊടുത്ത് ഇപ്പൊ തകർക്കും. കാരണം ഈ അസ്ത്രം കൊണ്ട് വിട്ടാൽ മതി, സർവമായ, അതായത് യക്ഷന്മാരുടെ സർവമായികമായിട്ടുള്ള സർവ്വ ടെക്നിക്കും അവസാനിക്കും. അതിൽ നിന്ന് ധ്രുവൻ രക്ഷപ്പെടാൻ പോകും. പക്ഷെ സർവ്വ യക്ഷന്മാരും മരിച്ചു ഭസ്മമായി വീഴും. ഇത് മനസ്സിലാക്കിയ ഉടനെ തന്നെ മനു അവിടെ പ്രത്യക്ഷപ്പെടുകയാണ്. മനു പ്രത്യക്ഷപ്പെട്ടിട്ട് വിചാരിച്ചു ഇനി ഇവരെല്ലാവരും കൊല്ലപ്പെടും. അതുകൊണ്ട് മനു വന്നിട്ട് ധ്രുവനോട് പറയുകയാണ്, നീ ധാരാളം യുദ്ധം ചെയ്തിരിക്കുന്നു, ശരിയാണ്. നിന്റെ സഹോദരൻ മരിച്ച വിഷമമുണ്ട്, നിന്റെ ചിറ്റമ്മ മരിച്ച വിഷമമുണ്ട്, ഒക്കെ ശരിയാണ്. എല്ലാത്തിനും കാരണം ഈ യക്ഷന്മാരാണ്, ഒക്കെ എനിക്ക് സമ്മതിച്ച കാര്യങ്ങളൊക്കെ സംഭവിച്ചു. പക്ഷേ നീ ഇപ്പൊ എന്താണ്? ഭയങ്കരമായ കോപത്തിലാണ്. അടുത്ത പോയിന്റ്, കോപം ഒരിക്കലും ഒരു ഭക്തന് യോജിച്ചതല്ല. ഏതവസ്ഥയിലും കോപം ഒരിക്കലും യോജിച്ചതല്ല. ഏതവസ്ഥയായാലും എന്ത് തെറ്റായാലും മറ്റുള്ളവരോട് ക്ഷമിക്കാൻ പഠിക്കണം ഒരു ഭക്തൻ. അപ്പൊ പറയാണ്, മനു പറയാണ്, നിന്റെ കോപം അടക്കുക, നിന്റെ യുദ്ധം നിർത്തുക. കാരണം എന്താണ്? ഈ നടന്ന സംഭവത്തിൽ യക്ഷന്മാരാൽ കൊല്ലപ്പെട്ടു എന്ന് നീ പറയുന്നല്ലോ. നിന്റെ അനുജൻ ഉത്തമൻ, അവനെ കൊന്നത് ഒരു യക്ഷനാണ്. അവന്റെ കയ്യബദ്ധവും എന്തെങ്കിലും ആകാം, അങ്ങനാണ് മരിച്ചത്. അതിന് കാണിക്കാണുന്ന സർവ്വയക്ഷന്മാരെയും കൊല്ലുക, അത് ശരിയാണോ? അല്ല. അതുകൊണ്ട് ഇനി ധാരാളം യക്ഷന്മാരെ കൊന്നിരിക്കുന്നു, അതുകൊണ്ട് തൽക്കാലം യുദ്ധം നിർത്തുക. അങ്ങനെ പറഞ്ഞ് കൺട്രോൾ അവനെ സമാധാനിപ്പിക്കുകയാണ്. പിന്നെന്താണ്? ഈ യുദ്ധത്തിലൂടെ നിനക്ക് ഒരു നന്മയും ഉണ്ടാകില്ല. ക്ഷത്രിയധർമ്മമൊക്കെയാണ് നീ പാലിച്ചത്, പക്ഷേ ഈ യുദ്ധത്തിലൂടെ നിനക്കൊരു നന്മയും ഉണ്ടാകാൻ പോകുന്നില്ല എന്നാണ് 11-ാമത്തെ അധ്യായത്തിൽ പറയുന്നത്. പിന്നെ 11-ാം അധ്യായത്തിലെ ലാസ്റ്റ് പോർഷൻ പറയുന്ന ഇതാണ്, അതായത് നീ യക്ഷന്മാരെ കൊന്നതോടുകൂടി, ഈ യക്ഷന്മാരുടെ രാജാവാണ് കുബേരൻ. ഈ കുബേരന് വേറൊരു പ്രത്യേകതയുണ്ട്. യക്ഷന്മാരുടെ രാജാവാണ് കുബേരൻ. കുബേരൻ ആരാണ്? ദേവന്മാരുടെ ട്രസ്റ്റിയാണ്, ഖജാൻജിയാണ്. അപ്പോ അത് ദേവന്മാരെ ബാധിക്കും. പിന്നെയോ ഈ കുബേരൻ എന്ന് പറയുന്നത് മഹാദേവന്റെ സഹോദരനാണ്. ഇത്രയും കണക്ഷൻസ് കിടക്കുന്നുണ്ട്. അപ്പൊ നീ മഹാദേവനെ പിണക്കും, കുബേരനെ പിണക്കും, കുബേരനുമായിട്ടുള്ള സർവ്വ ദേവീദേവന്മാരെ നീ പിണക്കും. അത്രയും പിണക്കത്തിന്റെ ആവശ്യമുണ്ടോ? അതുകൊണ്ട് നിന്റെ കോപം അടക്കുക. ദേവന്മാരും ബാക്കിയുള്ള ആൾക്കാരെയും അങ്ങനെ പിണക്കി പോകുന്നത് നിന്നെ പോലെ നിശുദ്ധ ഭക്തന് ആവശ്യമില്ല. നിന്റെ കോപം നിമിത്തം പിന്നെന്താണ് പറയുന്നത്? അത് നിന്റെ കോപം ഇത്രയായി കഴിഞ്ഞാൽ എന്താണ്? മറ്റുള്ളവരത് ഭയം സൃഷ്ടിക്കുമെന്നാണ് പറയുന്നത്. അപ്പൊ കോപം ഒരിക്കലും നല്ലതല്ല. കോപം കൊണ്ട് എന്താണ്? കൂടുതൽ ഭയം ഉണ്ടാകും. നിന്നിലുള്ള ഭക്തിയും ആദരവും ഒക്കെ നശിച്ചിട്ട് നിന്നെ കാണുമ്പോൾ പേടിയുണ്ടാകും. അങ്ങനെ ആവണ്ട. ഒരു യക്ഷൻ ചെയ്ത പാപത്തിന് സർവ്വ യക്ഷന്മാരെ കൊല്ലുക എന്നുള്ള തീരുമാനം ശരിയല്ല. യുദ്ധം അവസാനിപ്പിക്കാനായിട്ട് മനു ഉപദേശിക്കുന്നതാണ് 11-ാമത്തെ ചാപ്റ്റർ. ഹരേ കൃഷ്ണ. നമ്മൾ 12-ാമത്തെ ചാപ്റ്റർ ലാസ്റ്റ് ചാപ്റ്ററിലേക്ക് വരികയാണ്. ഇത്രയും നേരം പറഞ്ഞാൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം, കാരണം അടുത്ത ഒരു ചാപ്റ്ററോട് കൂടി നമ്മുടെ പരിപാടി കഴിയും. ഹരേ കൃഷ്ണ പ്രഭു, ഈ മഹാദേവന്റെ സഹോദരനാണ് ഈ എന്താ പറയുക, കുബേരൻ പറഞ്ഞില്ലേ? കുബേരൻ രാവണന്റെ സഹോദരനല്ലേ? അങ്ങനെയാണ് കഥയിൽ, ഇങ്ങനെയാണ് പറയുന്നത്. ഭാഗവതത്തിൽ പറഞ്ഞ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഇവരുടെ എന്താണ് യഥാർത്ഥ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. ഓക്കെ, ഹരേ കൃഷ്ണ. കാര്യങ്ങൾ അത്ര മനസ്സിലായല്ലോ. ഹരേ കൃഷ്ണ. അപ്പോ 4-ാമത്തെ പോർഷനാണ്, അതായത് ലാസ്റ്റ് പോർഷൻ, 5-ാമത്തെ പോർഷൻ, 12-ാമത്തെ അധ്യായം. ധ്രുവരാജാവ് ഭവനത്തിൽ, അതായത് ഭഗവാനിലേക്ക് മടങ്ങുന്നു.
ലാസ്റ്റ് പറയുകയാണ്, ഇത്രയും നേരവും യുദ്ധമെല്ലാം അവസാനിപ്പിച്ചു, ഇനി എങ്ങനെയാണ് ഭഗവാനിലേക്ക് മടങ്ങി പോകുന്നത് എന്നുള്ളതാണ് ലാസ്റ്റ് പോർഷൻ. വളരെ ശ്രദ്ധിച്ചിരിക്കുകയാണ്, എല്ലാവരും നല്ല ശ്രദ്ധയോടെ കേട്ടിരിക്കുക. വീണ്ടും മൈത്രേയനും വിതുരനും തമ്മിലാണ് സംഭാഷണം. അവരെ സംഭാഷണം തുടരുകയാണ്. അങ്ങനെ കുബേരന്റെ ഉപദേശം ഇവിടെ തുടങ്ങുകയാണ്. കാരണം എന്താണ്? മനുവിന്റെ ഉപദേശത്താൽ യുദ്ധം നിർത്തി. അങ്ങനെ യുദ്ധം നിർത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. പക്ഷെ എന്നാൽ ഇത്ര കഠിനമായ വൈരാഗ്യം നീ നിർത്തിയതിന് ഒരുപാട് സന്തോഷിക്കുന്നു എന്ന് പറഞ്ഞ് കുബേരൻ പ്രത്യക്ഷപ്പെടുകയും, ഇത്രയും നേരവും മനുവാണ് പ്രത്യക്ഷപ്പെട്ട് ഉപദേശം കൊടുത്തത്. മനുവിന്റെ ഉപദേശത്താല് യുദ്ധം അവസാനിപ്പിച്ച സന്തോഷത്തിൽ ഇപ്പൊ പ്രത്യക്ഷപ്പെട്ടേക്കുന്നത് കുബേരനാണ്. കുബേരൻ വന്ന് പറഞ്ഞു, നിന്റെ യുദ്ധം വളരെ നന്നായിരുന്നു, വളരെ ഭംഗിയായിട്ട് നീ യുദ്ധമൊക്കെ ചെയ്തു. പക്ഷെ നീ മനുവിന്റെ ഉപദേശം കേട്ട് യുദ്ധം അവസാനിപ്പിച്ചതിൽ ഒരുപാട് സന്തോഷം. എനിക്ക് നിന്നോട് സ്നേഹം മാത്രമേ ഉള്ളൂ. കാരണം നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നതിൽ ഇങ്ങനെയൊക്കെ തന്നെ ചെയ്യും. അതുകൊണ്ട് കുബേരൻ വളരെ സ്നേഹപൂർവ്വം ഇനിയും ധ്രുവനോട് പറയുന്ന കാര്യങ്ങളാണ് അടുത്ത പോയിന്റ്സ്. ഇപ്പോ പറയാണ്, നിനക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചിന്താഗതി ഉണ്ടായത്? വാസ്തവത്തിൽ ഇവിടെ എന്താണ് സംഭവിച്ചത്? യക്ഷന്മാരുടെ കൈകൊണ്ട് നിന്റെ സഹോദരൻ മരിച്ചു, സത്യമാണ്. പിന്നെന്താണ്? നിന്റെ ചിറ്റമ്മയും മരിച്ചു. ഇതാണ് സംഭവം. ഇതിലാണ് നിനക്ക് ഇത്രയും ദേഷ്യം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഭഗവാൻ പറഞ്ഞിട്ടുള്ള 7 പോയിന്റ്സ്, ആ 7 കൂട്ടം കാര്യങ്ങളും അതിനകത്ത് കുറെ പ്ലസ് പോയിന്റ് ആയിരുന്നു. നിനക്ക് 36,000 വർഷം ജീവിച്ചിരിക്കാം, നിറയെ യൗവനം കിട്ടും, വാർദ്ധക്യം നിന്നെ ബാധിക്കില്ല, അങ്ങനെ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് പോകുന്നുണ്ട്. അതിന്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ പറഞ്ഞിരുന്നു, കാലഗതിക്കനുസരിച്ച് നിന്റെ സഹോദരൻ വനത്തിൽ പോകും, അവിടെ വെച്ച് യക്ഷന്മാർ കൊല്ലും. ഇത് ഭഗവാന്റെ നിയോഗമാണ്. പിന്നെന്താണ്? അങ്ങനെ ആ മരിച്ച ദുഃഖത്തിൽ നിന്റെ ചിറ്റമ്മ സുരുചി അവളും കാട്ടിപ്പോയി അഗ്നിക്കിരയാകും. ഇത് ഭഗവാന്റെ പ്രഖ്യാപനമാണ്. അപ്പൊ ഭഗവാൻ നേരത്തെ പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു കാര്യം സംഭവിച്ചതെങ്കിൽ അതിന് എന്തിനാ ദേഷ്യപ്പെടുന്നത്? അതിന് എന്തിനാ ഇത്രയും കോപം? അതിന് ഇത്രയും എന്തിനാ അജിറ്റേഷൻ? അതിന്റെ ആവശ്യമില്ല. അതുകൊണ്ട് നീ ധാരാളം യുദ്ധം ചെയ്തു, അത് നിന്റെ ക്ഷത്രിയ ധർമ്മം, അതിനകത്ത് യാതൊരു തെറ്റുമില്ല. നീ ഇത്രയും യക്ഷന്മാരെ കൊന്നതിന്റെ ഒരു പാപവും നിന്നെ ഏൽക്കില്ല. കാരണം എന്താ? നീ നിന്റെ ക്ഷത്രിയ ധർമ്മമാണ് അനുഷ്ഠിച്ചത്. അങ്ങനെ ക്ഷത്രിയന് യുദ്ധം ചെയ്യാം, എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ചെയ്യാം എന്ന് എന്താണ് ഭാഗവതത്തിലും ഭഗവത്ഗീതയിലും പലയിടത്തും പറയുന്നുണ്ട്. ഭഗവത്ഗീതയിൽ മുഴുവനും ഭഗവാൻ ഉപദേശിക്കുന്ന മൊത്തമാണ്, നിന്റെ ക്ഷത്രിയ ധർമ്മമാണ്, നീ എഴുന്നേൽക്കൂ, യുദ്ധം ചെയ്യൂ എന്നാണ്. അപ്പൊ ഒരു ക്ഷത്രിയന് യുദ്ധം ചെയ്യാം, ഓക്കെ ഫൈൻ, ആ യുദ്ധമൊക്കെ കഴിഞ്ഞു, അതുകൊണ്ട് നിന്റെ ധർമ്മമാണ് നീ ചെയ്തത്, അതിനകത്ത് ഒരു പാപവുമില്ല. തിരിച്ച് ഞങ്ങളും ഇതിനകത്ത് വലിയ പാപമൊന്നും ചെയ്തിട്ടില്ല. കാരണം എന്താണ്? അതിനകത്തിൽ നിങ്ങൾ എതിർക്കാൻ വന്നു, ഞങ്ങളും തിരിച്ചു ചെയ്തു, അത്രയേ ഉള്ളൂ സംഭവം. അതുകൊണ്ട് നമ്മളിപ്പോ ആരും പാപികളല്ല, നിനക്കും പാപമില്ല, ഞങ്ങൾക്കും പാപമില്ല, ഇതാ ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ആരാണ്? കുബേരൻ വളരെ ഭംഗിയായി സന്തോഷിച്ചിട്ട് ഒരു ചോദ്യം കൂടെ പറയാണ്, നിനക്ക് എന്ത് വരമാണ് വേണ്ടത്? അപ്പൊ ചോദിക്കുകയാണ്, ഇവിടെ എന്ത് വരം വേണമെങ്കിലും കൊടുക്കാനായിട്ട് കുബേരൻ തയ്യാറായി നിൽക്കുകയാണ്. അപ്പോ ഈ വേണമെങ്കിൽ അർത്ഥം, കാമം, മോക്ഷം എന്ത് വേണമെങ്കിലും ചോദിക്കാറുണ്ട്. പക്ഷെ ധ്രുവൻ ചോദിച്ചത് എന്താണ്? ഭഗവാന്റെ പാദപത്മങ്ങളെ എപ്പോഴും സദാ സ്മരിക്കുവാനുള്ള കഴിവ് എനിക്ക് എപ്പോഴും ഉണ്ടാകണേ എന്നാണ് പ്രാർത്ഥന. ഇപ്പൊ കുബേരനോട് വേണമെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ചോദിക്കായിരുന്നു. പക്ഷെ ഇവിടെ ഒരു പോയിന്റ് ശ്രദ്ധിക്കണം. നേരത്തെയും ഭഗവാൻ ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്താണ് വരം വേണ്ടത്? അപ്പൊ ഒന്നും വേണ്ട എന്നാ പറഞ്ഞത്. ഇപ്പൊ അന്ന് 5 വയസ്സുകളായിരുന്നു. ഇപ്പോ ധ്രുവൻ വളരെ മിടുക്കനാണ്, വളരെ ഭംഗിയായിട്ട് പറഞ്ഞ് എന്താണ്? എപ്പോഴും സദാ ഭഗവാന്റെ പാദങ്ങളെ സ്മരിക്കാനുള്ള ബുദ്ധിയും ശക്തിയും, അതായത് മായയിൽ നിന്ന് മുക്തമാകണമെന്നാണ് ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞത്. അങ്ങനെ ഭഗവാന്റെ പാദങ്ങളെ സ്മരിക്കാനുള്ള കഴിവ് എപ്പോഴും എനിക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അടുത്തൊരു ചോദ്യം വരും. ഇവിടെ ദേവീ ദേവതമാരോട് എന്തിനാണ് വരങ്ങൾ ചോദിച്ചത്? ധ്രുവൻ എന്ന് പറഞ്ഞാൽ ഭഗവാനായിട്ട് ഡയറക്റ്റ് കണക്ഷൻ ഉള്ള ആളാണ്, കേന്ദ്ര കമ്മിറ്റി പിടിയുള്ള ആളാണ്. അയാൾ എന്തിനാണ് ഈ കുബേരന്റെ കയ്യിൽ നിന്ന് ഈ വരം വാങ്ങിക്കാൻ പോയെന്നൊരു ചോദ്യം ചോദിച്ചത്. ഇതും ഭാഗവത്തിലുള്ളത് തന്നെയാണ്. അപ്പോൾ അതിന് മറുപടിയായിട്ട് പറയുന്നത്, കുബേരൻ എന്നല്ല, ദേവീദേവതൻ എന്നല്ല, ആരോട് വേണേലും എന്ത് വരവും ചോദിക്കാം. പക്ഷേ അതെന്തിനുള്ളതായിരിക്കണം? ഭക്തിയുത സേവനത്തിൽ മുന്നേറാനുള്ള ചവിട്ടുപടികളായിരിക്കണം, അതിനുള്ള അനുഗ്രഹമായിരിക്കണം. ഇവിടെ എന്താണ് ചോദിച്ചത് കുബേരനോട്? ധ്രുവൻ പറഞ്ഞത്, ഭഗവാന്റെ പാദങ്ങളെ എപ്പോഴും സ്മരിക്കാനുള്ള കഴിവ് എനിക്ക് തരണേ എന്ന്. അപ്പൊ അങ്ങനെ ഭക്തിയുത സേവനത്തിൽ മുന്നോട്ട് പോകാനുള്ള അനുഗ്രഹമാണ് ഒരാളോട് ചോദിക്കുന്നെങ്കിൽ ഏത് ദേവീ ദേവതമാരോടും നമുക്ക് ചോദിക്കാം. അപ്പൊ പലരും ഇവിടെ ചോദിക്കാറുണ്ട്, ദേവീ ദേവതമാരെ പൂജിക്കാമോ, അത് ചെയ്യാമോ, ഇത് ചെയ്യാം. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്, ഒരിക്കലും ദേവീ ദേവതമാർ ഭഗവാനോടൊപ്പമോ ഭഗവാൻ അപ്പുറവുമല്ല.
ഭഗവാനാണ്, കൃഷ്ണനാണ് സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് ഹെഡ്. അതിനപ്പുറമില്ല. പക്ഷെ ദേവീദേവതമാരെ കാണാം, സംസാരിക്കാം, പൂജ ചെയ്യാം, ഒക്കെ ചെയ്യാം. പക്ഷെ അവരോട് ചോദിക്കേണ്ടത് എന്താണ്? എനിക്ക് ഭഗവാന്റെ പാദപത്മങ്ങളെ എപ്പോഴും സ്മരിക്കാനുള്ള കഴിവ് തരണമെന്നായിരിക്കും പ്രാർത്ഥിക്കേണ്ടത്. അവരുടെ എക്സാമ്പിൾ ആയിട്ട് താഴെ പറയുന്നത്, കാർത്യായനി വ്രതം അനുഷ്ഠിച്ചായിരുന്നു ഗോപികമാർ. അവരെന്താണ് ചോദിച്ചത്? ഞങ്ങൾക്ക് ഭഗവാനെ, ശ്രീകൃഷ്ണ ഭഗവാനെ ഞങ്ങൾക്ക് ഭർത്താക്കന്മാരായി അല്ലെങ്കിൽ ഭർത്താവായി ഓരോരുത്തർക്കും കിട്ടണേന്നാണെന്ന് അവരുടെ പ്രാർത്ഥന. അങ്ങനെ കാർത്യായനി വ്രതം അനുഷ്ഠിച്ച ഗോപികമാർക്ക് കാർത്യായനി മാതാജി എന്താണ് വരം നൽകുകയും ചെയ്തു. എന്താണ്? ശരി, തഥാസ്തു, നിങ്ങൾക്ക് ഭഗവാൻ ഭർത്താവായി ലഭിക്കട്ടെ എന്ന്. അപ്പൊ ഇവിടെ എക്സാമ്പിൾ ആയിട്ട് പറയുന്നതിന്റെ കാരണം എന്താണ്? കാർത്യായനി എന്ന് പറയുന്നത് ദേവീ ദേവതമാരുടെ ലിസ്റ്റിൽപ്പെടുന്ന ആളാണ്. ഇവരെ പൂജിച്ചതാരാണ് അല്ലെങ്കിൽ പ്രാർത്ഥിച്ചതാണ്, വ്രതമെടുത്ത ആരാണ്? ഗോപികമാർ. ഗോപികമാർ എന്ന് പറഞ്ഞാൽ അതീവ സിദ്ധ ഭക്തരാണ്, മാധുര്യ ഭക്തിയുടെ ഏറ്റവും ടോപ്പ് ആത്മ. അവരാണ് പ്രാർത്ഥിക്കുന്നത് കാർത്യായനി മാതാജിയോട്. എന്താ പ്രാർത്ഥിച്ചത്? ഞങ്ങൾക്ക് ഭഗവാനെ ഭർത്താവായിരിക്കണം. അപ്പൊ അങ്ങനെ ആർക്ക് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും പ്രാർത്ഥിക്കാം. പക്ഷേ ഉദ്ദേശം എന്തായിരിക്കണം? ഞങ്ങൾക്ക് ഭഗവത് പ്രാപ്തി കിട്ടണം എന്നുള്ളതായിരിക്കണം. അതില്ലെങ്കിൽ ഭഗവാനായിരിക്കണം കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കും. അങ്ങനെ ഭഗവത് പ്രാപ്തിക്ക് വേണ്ടി എന്ത് കാര്യവും ഭഗവാന്റെ സംതൃപ്തിക്ക് വേണ്ടി നമ്മൾ ചെയ്യുകയും ഭഗവാനെ കിട്ടാൻ വേണ്ടി ഏത് ദേവീ ദേവരോടും നമുക്ക് അപേക്ഷിക്കുക എന്നുള്ളതാണ് അവിടുത്തെ ഒരു പോയിന്റ്. പിന്നത്തെ പോയിന്റ് പറയുന്നത് ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര, അതിലെ ഒരു സന്യാസിയാണെങ്കിൽ പോലും യജ്ഞം, ദാനം, തപസ് ഇവ ഒരു സമയത്തും ഉപേക്ഷിച്ചുകൂടാന്നാണ്. അതുപോലെ തന്നെ ധ്രുവ മഹാരാജ് അപേക്ഷിച്ച പോലെ തന്നെ കുബേരൻ വരങ്ങൾ നൽകി എപ്പോഴും നിനക്ക് ഭഗവാന്റെ സ്മരണ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, അല്ലെങ്കിൽ ആ വരം കൊടുക്കുന്നു. അങ്ങനെ വരങ്ങൾ വാങ്ങി പിന്നീട് പറയുന്നത് എന്താണ്? നീ ഒരിക്കലും യജ്ഞം, തപസ്, ദാനം ഇവ ഒരിക്കലും ഉപേക്ഷിക്കരുത്. അതാണ് അടുത്ത പോയിന്റ്. അപ്പൊ എന്താണ് ഏറ്റവും നല്ല യജ്ഞം? സങ്കീർത്തന യജ്ഞം നമ്മുടെ രീതിയിൽ. അപ്പൊ അന്ന് പറഞ്ഞ യജ്ഞം, ദാനം, തപസ് എന്ന് പറയുന്നത്, യജ്ഞം എന്ന് പറയുന്നത് ഭഗവാന് വേണ്ടിയുള്ള കർമ്മങ്ങൾ, അതാണ് യജ്ഞം എന്ന് ഉദ്ദേശിക്കുന്നത്. തപസ് എന്ന് ഉദ്ദേശിക്കുന്നത് ശൗചം, എപ്പോഴും കൃത്യനിഷ്ഠയോടുകൂടി ഭഗവാന്റെ എന്താണ് ഭക്തിയുത സേവനങ്ങൾ ചെയ്യുക, അതാണ് തപസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ദാനം എന്ന് ഉദ്ദേശിക്കുന്നത് നിന്നെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന നിന്റെ കയ്യിലുള്ള എല്ലാ വസ്തുക്കളും മറ്റുള്ളവർക്ക് ദാനമായിട്ട് കൊടുക്കുക. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ ദാനം ചെയ്യുമ്പോൾ അതും ഭഗവാന്റെ കാര്യങ്ങളായിരിക്കണം ദാനം ചെയ്യുന്ന. അതാണ് ഏറ്റവും നല്ല ദാനം. പിന്നെ അന്നദാനം, മഹാദാനം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷെ ഏറ്റവും നല്ല ദാനം ഭഗവാനെ കുറിച്ചുള്ള ദാനമാണ്. അതും ശ്രദ്ധിക്കണം. അപ്പോ ഒരിക്കലും ഉപേക്ഷിക്കേണ്ടാത്ത കാര്യങ്ങൾ യജ്ഞം, ദാനം, തപസ്. അപ്പൊ യജ്ഞം എന്ന് പറയുന്നത് ഭഗവാന് വേണ്ടിയുള്ള കർത്തവ്യങ്ങള്, തപസ് എന്ന് പറയുന്ന നിഷ്ഠകള്, ദാനം എന്ന് പറയുന്നത് ഭഗവാന്റെ കുറിച്ചുള്ള അറിവുകൾ. അപ്പോ അത് ഒരിക്കലും ഉപേക്ഷിക്കരുത്. പിന്നെ പറയുന്നത് അടുത്ത പോയിന്റ് പറയുന്നത് ഈശ്വര സ്നേഹമാകുന്ന അഞ്ജനം എഴുതിയ കണ്ണുകൾ, ആ ഒരു കണ്ണുകൾക്ക് മാത്രമേ ഭഗവാനെ എല്ലായിടത്തും മുഖാമുഖം കാണാൻ പറ്റുകയുള്ളൂ. അപ്പൊ ഈശ്വര സ്നേഹം എന്ന് ഉദ്ദേശിക്കുന്ന പരദുഃഖ ദുഃഖി എല്ലാരോടുമുള്ള ഒരു കാരുണ്യം, അവന് മാത്രമേ ഭഗവാനോടും കാരുണ്യം ഉണ്ടാവുള്ളൂ. ഇവിടെ ശ്രദ്ധിക്കേണ്ട പോയിന്റ് നോൺ വെജ് കഴിക്കുന്നതിന് ഉദ്ദേശിച്ചാണ്. നോൺ വെജ് കഴിക്കുന്നതിന് ഒരിക്കലും മറ്റു ജന്തുക്കളോട് കാരുണ്യം ഉണ്ടായിരിക്കില്ല. ആ കാരുണ്യം ഇല്ലാത്തതുകൊണ്ടാണ് അവൻ നോൺ വെജ് കഴിക്കുന്നത്. അപ്പൊ അങ്ങനെ ഈശ്വര സ്നേഹമാകുന്ന അഞ്ജനം എഴുതിയ കണ്ണുകൾ, അങ്ങനെ ആർക്കാണോ ആ കണ്ണുകളുള്ളത്, അതായത് ഈശ്വര സ്നേഹമുള്ളവർക്ക് മാത്രമേ ഭഗവാനെ എല്ലായിടത്തും കാണാൻ പറ്റുള്ളൂ. പിന്നെന്താണ്? ഊഹാപോഹങ്ങളും ധ്യാനവും അതിന് മതിയാകില്ല. ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന വേറൊരു ശ്ലോകം വേണമെങ്കിൽ ഭഗവത്ഗീതയിൽ നമുക്ക് കോട്ട് ചെയ്യാം. 6-ാം അധ്യായത്തിലെ 30-ാമത്തെ ശ്ലോകം ഭഗവത്ഗീതയില് എന്താണ് പറയുന്നത്? യോമാം പശ്യതി സർവത്ര സർവം ചാമയി പശ്യതി തസ്യാഹം ന പ്രണശ്യാമി സചമേന പ്രണശ്യതി. എവിടെയും ഞാൻ കുടികൊള്ളുന്നതായും എല്ലാം എന്നിൽ അടങ്ങുന്നതായും കാണുന്നവന് ഞാൻ ഒരിക്കലും നഷ്ടപ്പെടുകയില്ല, എനിക്ക് അവനും നഷ്ടപ്പെട്ടു പോവുകയില്ല. യോമാം പശ്യതി സർവത്ര സർവം ചാമയി പശ്യതി തസ്യാഹം ന പ്രണശ്യാമി സചമേന പ്രണശ്യതി. എവിടെയും ഞാൻ കുടികൊള്ളുന്നതായി കാണുകയും എല്ലാം എന്നിൽ അടങ്ങുന്നതായും കാണുന്നവൻ. എവിടെ നോക്കിയാലും ഭഗവാനെ കാണാം. പ്രഹ്ലാദന്റെ കഥ നമുക്കറിയാം. തൂണിലും തുരുമ്പിലും ഉണ്ടെന്നാ പറഞ്ഞത് ഭഗവാൻ. അങ്ങനെ പ്രഹ്ലാദന പ്രകാരമാണോ എല്ലാ വസ്തുക്കളിലും ഭഗവാനെ കാണാൻ കഴിഞ്ഞത്? പിന്നെന്താണ്? എല്ലാം എന്നിൽ അടങ്ങുന്നതായും കാണുന്നു. എല്ലാം എന്നിൽ അടങ്ങുന്നു. അത് കണ്ട രണ്ട് പേരുണ്ട്. ആരൊക്കെയാണ്? ഒന്ന് അർജുനൻ. എന്താണ്? വിശ്വരൂപ ദർശനം നടത്തിയപ്പോൾ ആ ഒരൊറ്റ ഭഗവാനിൽ സർവ്വഗ്രഹങ്ങളും സർവ്വഗോളങ്ങളും സർവ്വദേവന്മാരും
പാണ്ഡവരും കൗരവരും എല്ലാവരെയും ഒരുമിച്ച് കാണാൻ പറ്റി എവിടെ? ഭഗവാന്റെ വിശ്വരൂപ ദർശനം. അതുപോലെ തന്നെ കണ്ട് രണ്ടാമത്തെ ആളാണ് യശോദമയ്യ. യശോദമയ്യ മണ്ണ് ഭഗവാന്റെ എന്താണ് ഭഗവാൻ മണ്ണ് തിന്ന ലീല. അപ്പോ വാ തുറക്കാൻ പറയുന്നുണ്ട്. അങ്ങനെ വാ തുറന്ന് നോക്കിയപ്പോൾ സർവ്വഗ്രഹങ്ങളും സർവ്വഭൂതങ്ങളും ഇല്ലെങ്കിൽ സർവ്വദേവീദേവതമാരും എല്ലാ ആകാശവും അതിനകത്തിലൊരു അതിനകത്തിലെ വൈകുണ്ഠങ്ങളും ആ വൈകുണ്ഠത്തിലും താഴെ പിന്നെ ഭൂമിയും ആ ഭൂമിയിലൊരു എന്താണ് ഒരു വൃന്ദാവനം, ആ വൃന്ദാവനത്തിലെ ഗോകുലും ആ ഗോകുലത്തിൽ ഒരു കൃഷ്ണനും ഒരു യശോദയും അങ്ങനെ നീണ്ടു പോകുന്നതായിട്ട് ഒരു രംഗം പറയുന്നുണ്ട്. അങ്ങനെ ഈ കാണുന്ന വസ്തുക്കളെല്ലാം ഒരാളിൽ കാണാൻ കഴിയും. പിന്നെ എവിടെ നോക്കിയാലും ഭഗവാനെ കാണാം. അതാണ് പറയുന്നത്, യോമാം പശ്യതി സർവത്ര, നിനക്ക് എവിടെ നോക്കിയാലും ഭഗവാനെ കാണാം. സർവം ചാമയി പശ്യതി, എല്ലാം ഒരാളിലും കാണാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ തസ്യാഹം ന പ്രണശ്യാമി, അവന് ഞാൻ നഷ്ടമാകില്ല. സജമേന പ്രണശ്യതി, എനിക്ക് അവനും നഷ്ടമാകില്ല. ഇങ്ങനെ എവിടെ നോക്കിയാലും ഭഗവാനെ കാണാൻ കഴിയുന്ന ഒരു പവർ ഉണ്ടായിരിക്കണം. അതാണ് ധ്രുവൻ ആർജിച്ച കഴിവ്. അതാണ് അടുത്ത പോയിന്റ്. അതെന്താണ് കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ നമ്മുടെ കുബേരൻ കൊടുത്ത വരദാനം, എപ്പോഴും ഭഗവാന്റെ സ്മരണ ഉണ്ടാകാനുള്ള വരം. അങ്ങനെയാണ് ധ്രുവൻ നല്ല ഭക്തനായി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പിന്നെ അടുത്ത പോർഷൻ പറയുന്നത്, ധ്രുവ മഹാരാജാവിന്റെ ജനങ്ങൾ വളരെ നല്ല രാജാവായിരുന്നു. അപ്പൊ ജനങ്ങൾ എങ്ങനെ കരുതിയിരുന്നത്? ഇനി പറയുന്നത് ധ്രുവന്റെ ഭരണമാണ്, നല്ല ഭരണമാണ്, സൽഭരണമാണ് കാഴ്ചവെച്ച ആര്? ധ്രുവൻ. അങ്ങനെ തങ്ങളുടെ പിതാവായിയാണ് പ്രജകൾ കണ്ടിരുന്നത് ധ്രുവനെ. ഒരു പിതാവ് പുത്രന്മാരെ എങ്ങനെയാണോ അല്ലെങ്കിൽ ഒരു വീട്ടിലെ അംഗങ്ങളെ എങ്ങനെയാണോ ഒരു പിതാവ് സംരക്ഷിക്കുന്നത്, അതുപോലായിരുന്നു ധ്രുവ മഹാരാജാവ് സ്വന്തം രാജ്യം ഭരിച്ചിരുന്നത്. രാജ്യം എന്ന് പറഞ്ഞാൽ ഭൂമണ്ഡലം മുഴുവനാണ് ഭരിച്ചത്. ഒരു സംസ്ഥാനമോ ഒരു രാജ്യമല്ല ഭരിച്ചത്, ഈ ഭൂമണ്ഡലം മുഴുവനുമാണ് ഭരിച്ചത്. ആ ഭൂമണ്ഡലത്തിലുള്ള സർവ്വജനങ്ങളെയും, അതായത് സർവ്വ ചരാചരങ്ങളെയും എന്താണ് സ്വന്തം കുടുംബാംഗങ്ങളെ പോലെയാണ് സ്നേഹിച്ചതും വളർന്നത്. അപ്പൊ പറയുകയാണ്, ധ്രുവ മഹാരാജ ജനങ്ങൾ തന്റെ സ്വന്തം അച്ഛനെ പോലെയാണ് കരുതിയിരുന്നത്. അത്രയ്ക്കും കരുണാമയനും ധർമ്മിഷ്ഠനുമായിരുന്നു ധ്രുവൻ എന്നാണ് പറയുന്നത്. ഇത് സത്യയുഗത്തിലെ കാര്യമാണ്. പിന്നെ അതിന്റെ പർപ്പറ്റിൽ ഇനിയും പറയുന്നുണ്ട്. അതുപോലെ ഈ യുഗത്തിലുള്ള രാജാക്കന്മാരും അല്ലെങ്കിൽ ഭരണാധികാരികളും അത്രത്തോളം നല്ല ഭരണാധികാരികളാകണമെങ്കിൽ ഒരേ ഒരു മാർഗമുള്ളൂ, അവരും കൃഷ്ണാവബോധത്തിലേക്ക് വരണം. കൃഷ്ണഭക്തിയുടെ ആ ഒരു ശൈലിയിലേക്കാണ് വരുന്നെങ്കിൽ ഈ കാണിക്കുന്ന രാഷ്ട്രീയക്കാർ കാണിക്കുന്ന തോന്നിവാസങ്ങളൊന്നും ഉണ്ടാവില്ല. കാരണം എന്താണ്? ഇവർക്ക് ആർക്കും ഭക്തി ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ ഭരിക്കുന്നത്. നല്ല ഭക്തരാണെങ്കിൽ, പഴയ രാജാക്കന്മാരെല്ലാം ഭക്തന്മാരായിരുന്നു, ഋഷികളുമായിരുന്നു. അങ്ങനെ ഭരിച്ചുകൊണ്ടാണ് ലോകം ഭംഗിയായിട്ട് പോകുന്നത്. ഇപ്പോൾ ഉള്ള ഭരണാധികാരിക്ക് ഭക്തി ഇല്ലാത്തതാണ് ഇതിന്റെ കുഴപ്പം. അതുകൊണ്ട് ഈ കലിയുഗത്തിൽ വേണേലും നല്ല ഭക്തന്മാരും നല്ല ഭരണാധികാരികളും ഉണ്ടാകാം. പക്ഷെ എന്താണ്? അവര് കൃഷ്ണാവബോധത്തിലേക്ക് വരണമെന്നാണ് പറയുന്നത്. ഇപ്പോ ഇനി എന്താണ്? അങ്ങനെ പ്രജാതൽപരനായി 36,000 വർഷം ഈ ഭൗമഗ്രഹം ഭരിച്ചു. അതിനുശേഷം ഭരണകാര്യങ്ങളൊക്കെ പുത്രന് നൽകി. അങ്ങനെ ഇവിടെ തന്റെ 36,000 വർഷത്തെ രാജഭരണം അല്ലെങ്കിൽ ഭൗതിക ജീവിതം ഒരു സ്വപ്നം പോലെ തോന്നിയെന്നാണ് പറയുന്നത്. നമുക്കൊക്കെ അറിയാം, ഒരു 50-60 വയസ്സൊക്കെ കഴിഞ്ഞവർക്കാണെങ്കിൽ അറിയാം എന്തുമാത്രം പ്രയാസങ്ങളായിരുന്നു കഴിഞ്ഞു പോയത്. ഇവിടെ 36,000 വർഷം ഭരിച്ച അല്ലെങ്കിൽ ജീവിച്ചിരുന്ന നിറയൗവനത്തോടു കൂടി യാതൊരു അസുഖവും വാർദ്ധക്യവും ഒന്നും ബാധിക്കാത്ത ധ്രുവൻ പറയാണ്, എനിക്കിതൊരു സ്വപ്നം പോലാണ് തോന്നിയത്, ഇതിന്റെ ആവശ്യമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് എപ്പോഴാണോ ഭഗവാനെ കണ്ടിട്ട് വരങ്ങളൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ അതും ഒരു പോയിന്റാണ്, ഭഗവാൻ വളരെ ദുഃഖിതനായിരുന്നു. ഇത്രയൊക്കെ വരങ്ങൾ കിട്ടിയിട്ട് സന്തോഷിക്കുകയാണ് വേണ്ടത്. പക്ഷേ ധ്രുവൻ ദുഃഖിതനാണ്. കാരണം എന്താണ്? തനിക്ക് എത്രയും വേഗം ഈ ലോകത്ത് നിന്ന് വിട്ടുപോകാനുള്ള വരവായിരുന്നു ചോദിക്കേണ്ടത്. പകരം ഈ പറയുന്ന 36,000 വർഷവും ബാക്കിയുള്ള കാര്യങ്ങളും യക്ഷന്മാരോട്ടുള്ള അടിയും പിടിയും ഒന്നിന്റെ ആവശ്യമില്ലായിരുന്നു. ധ്രുവൻ വേണമെങ്കിൽ ഈസി ആയിട്ട് രക്ഷപ്പെടായിരുന്നു. അങ്ങനെ രാജ്യഭാരങ്ങൾ തന്റെ മകനെ ഏൽപ്പിക്കുന്നു. ഇവിടെ ധ്രുവൻ ബദരികാശ്രമത്തിലേക്ക് പോവുകയാണ്. അങ്ങനെ ബദരികാശ്രമത്തിൽ വന്നിട്ട് വീണ്ടും എന്താണ്? യമം, നിയമം, ആസന, പ്രാണായാമ, പ്രത്യാഹാര, ധാരണ, ധ്യാന, സമാധി എന്ന് പറയുന്ന ആ ഒരു അഷ്ടാംഗ യോഗത്തിലൂടെ വീണ്ടും തിരിച്ചു പോകാനുള്ള ഒരു എന്താണ് ഒരു 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 സ്റ്റേജിലേക്ക് എത്തിയാണ്. ഇവിടെ പറയേണ്ട പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, എപ്രകാരമാണോ, അതും ഭാഗവത്തിലെ എക്സാമ്പിൾ തന്നെയാണ്, ചിരട്ടയുടെയും കൊപ്രയുടെ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. അതായത് ചിരട്ടയിൽ നിന്ന് കൊപ്ര എപ്രകാരമാണോ വേറിട്ട് നിൽക്കുന്നത്. നമുക്കറിയാം, തേങ്ങ, കരിക്ക്, തേങ്ങ, കൊട്ടത്തേങ്ങ അഥവാ ഉണങ്ങിയ തേങ്ങ, ഇങ്ങനെ 3 സ്റ്റേജ് ഉണ്ട്. ഈ കരിക്കാകുമ്പം ഇതിനകത്തോട്ട് ചേർന്നിരിക്കുകയാണ്. പിന്നെ എന്താണ്? തേങ്ങ ആകുമ്പോഴും തേങ്ങയും ചിരട്ടയും തമ്മിൽ അറ്റാച്ച്ഡ് ആണ്.
പിന്നീട് ഉണങ്ങിക്കഴിയുമ്പം ഇതിനകത്തെ വെള്ളവും തേങ്ങയും കുറേശ്ശെ വറ്റി ഈ തേങ്ങയ്ക്കകത്തില് തേങ്ങയുടെ കവർ പോർഷൻ അതിനകത്ത് നമ്മൾ എടുത്ത് ആ തേങ്ങ എടുത്ത് കുടുക്കി നോക്കിയാൽ കുടുകൂടാന്ന് ശബ്ദം കേൾക്കും. അതിന്റെ അർത്ഥം ഈ തേങ്ങ ചിരട്ടയിൽ നിന്ന് വേറിട്ട് അത് സെപ്പറേറ്റ് ആയിരിക്കുന്നു. ഇതുപോലെ നമ്മുടെ സ്ഥൂല ശരീരവും സൂക്ഷ്മ ശരീരവും തമ്മിൽ വേറിടണമെന്നാണ് പറയുന്നത്. അങ്ങനെ സ്ഥൂല ശരീരം, മരണത്തെക്കുറിച്ച് 3 രീതി പറയുന്നുണ്ട്. സാധാരണ മരണം എന്ന് പറയുന്നത് എന്താണ്? സ്ഥൂല ശരീരം ഉപേക്ഷിച്ച് പോകുന്ന അവസ്ഥ. പോയിന്റുകളാണ്, ശ്രദ്ധിച്ചോണം. സാധാരണ മരണം സ്ഥൂല ശരീരം പഞ്ചഭൂതങ്ങളെ കൊണ്ട് സൃഷ്ടിച്ചിരിക്കുന്ന ഈ ശരീരം, അതായത് ഭൂമി, വായു, ജലം, അഗ്നി, ആകാശം, ഇത് പറയുന്ന സംഗതികൾ, ഈ പഞ്ചഭൂതങ്ങളെ കൊണ്ട് സൃഷ്ടിച്ച ഈ സ്ഥൂല ശരീരം ഉപേക്ഷിച്ച് പോകുന്നതാണ് സാധാരണ മരണം. എന്നാൽ അപ്പൊ എന്ത് പറ്റും? സൂക്ഷ്മ ശരീരം ഏതൊക്കെയാണ്? മനസ്സ്, ബുദ്ധി, അഹങ്കാരം. ഈ 3 സാധനമാണ് സൂക്ഷ്മ ശരീരം. ഈ സൂക്ഷ്മ ശരീരം ആത്മാവിനോടൊപ്പം പോകും സാധാരണ മരണത്തിൽ. എന്നാൽ ഈ സൂക്ഷ്മ ശരീരവും കൂടി ഉപേക്ഷിച്ച് പോകുന്ന ശേഷം ഒരു ആധ്യാത്മിക ശരീരമാണ് കിട്ടുന്നതെങ്കിൽ, സാധാരണ മരണത്തിൽ കിട്ടുന്നതാണ് യാതന ശരീരമാണ് കിട്ടുന്നത്. കാരണം പിന്നീട് അനുഭവിക്കേണ്ട പാപങ്ങളൊക്കെ അനുഭവിക്കേണ്ട, അല്ലെങ്കിൽ പാപത്തിന്റെ ശിക്ഷ അനുഭവിക്കേണ്ട യാതന ശരീരം. നിങ്ങൾ ഗരുഡ പുരാണം കേട്ടപ്പോൾ വളരെ ഭംഗിയായിട്ട് അത് കേട്ടതാണ്, അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. അങ്ങനെ ഇവിടെ ധ്രുവന് കിട്ടാൻ പോകുന്ന എന്താണ്? ആധ്യാത്മിക ശരീരമാണ്. കാരണം തന്റെ സ്ഥൂല ശരീരം ഉപേക്ഷിച്ചു, സൂക്ഷ്മ ശരീരം ഉപേക്ഷിച്ചു. സ്ഥൂല ശരീരമായ പഞ്ചഭൂതങ്ങളൊക്കെ ഈ ശരീരം, പിന്നെന്താണ്? സൂക്ഷ്മ ശരീരം, മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ഈ ശരീരം ഉപേക്ഷിക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. അങ്ങനെ കിട്ടുന്ന അവസ്ഥയാണ് മുക്തലിംഗ സ്റ്റേജ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ശരീരത്തിൽ നിന്നും സ്ഥൂല ശരീരം ഉപേക്ഷിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ആത്മാവ് മാത്രമാണ് നമ്മളെന്നുള്ള തിരിച്ചറിവുണ്ടാകുക, നമ്മൾ ആത്മാവാണെന്ന് മനസ്സിലാക്കുക. അങ്ങനെ ആത്മാവിൽ നിന്ന് എന്താണ്? സ്ഥൂല ശരീരം ഉപേക്ഷിക്കുക, സൂക്ഷ്മ ശരീരം ഉപേക്ഷിക്കുക, മുക്തലിംഗ സ്റ്റേജിലേക്ക് വരികയാണ്. അങ്ങനെ ഈ അവസ്ഥയ്ക്കാണ് മുക്തലിംഗ സ്റ്റേജ് എന്ന് പറയുന്നത്. ഇവിടെ മനസ്സ്, ബുദ്ധി, അഹങ്കാരം കൂടെ ഈ ആത്മാവിൽ നിന്ന് വേറിട്ടും. ഇങ്ങനെ ശരിക്കും ക്ലിയറായി അങ്ങനെ എന്താണ് പറയുന്നത്? ഈ അവസ്ഥയാണ് ഒരാളെ ആധ്യാത്മിക ലോകത്തേക്ക് പോകാൻ പ്രാർത്ഥിക്കുക. എല്ലാവരും പ്രാർത്ഥിക്കാറുണ്ട്, ഭഗവാനെ എന്നെ വിളിച്ചോണേ, എനിക്ക് അങ്ങ് ആത്മാർത്ഥ ലോകത്തേക്ക് പോണേ. ഈ 2 സംഗതികൾ നമ്മളെ വിട്ടുപോയെങ്കിൽ മാത്രമേ നമുക്ക് ആധ്യാത്മിക ലോകത്തിലേക്ക് പോകാനായിട്ട് നമ്മൾ തയ്യാറാവുള്ളൂ. ഇവിടെ ധ്രുവൻ അതിന് തയ്യാറായിരിക്കുകയാണ്. അങ്ങനെ തയ്യാറായപ്പോൾ ചന്ദ്രനെ പോലെ തിളങ്ങുന്നു എന്നാ പറഞ്ഞത്. എന്താണ്? കാരണം ഇവിടെ ഭൗതികമായിട്ടുള്ള യാതൊരു അറ്റാച്ച്മെന്റും ഇല്ല. എപ്രകാരമാണോ തേങ്ങായും ചിരട്ടയും വെവ്വേറെ നിൽക്കുന്ന, അതുപോലെ ധ്രുവൻ തന്നെ ആത്മാവും ശരീരം തമ്മിൽ വ്യത്യാസമായിരിക്കുകയാണ്. അങ്ങനെ നിന്നപ്പോ പുറത്തേക്ക് നോക്കിയപ്പം ശംഖ് ചക്ര ഗദാധാരികളായ 2 സുന്ദരന്മാര് വരുന്ന കണ്ടു. ആരൊക്കെയാണത്? നന്ദനും സുനന്ദനും. അവര് വരുന്നതായി കണ്ടു ഒരു പ്ലെയിനില്. അങ്ങനെ ആ വിമാനം അടുത്തേക്ക് വന്നപ്പോ ധ്രുവൻ ഒന്ന് പേരുണ്ട്, ഇതെന്താ സംഭവം? പെട്ടെന്ന് അവര് കാര്യങ്ങൾ മനസ്സിലാക്കി അവര് ഈ നന്ദനും സുനന്ദനും പരിചയപ്പെടുത്തുകയാണ്. ഞങ്ങൾ ആരാണ്? വൈകുണ്ഠത്തിൽ നിന്ന് വന്നാണ്, ഭഗവാനെ കൊണ്ട് നിങ്ങളെ കൊണ്ടുപോകാൻ വന്നാണെന്ന് പറയും. അപ്പൊ തന്നെ ധ്രുവൻ തന്റെ രാവിലെ പ്രഭാത കാര്യങ്ങളാണ്. അപ്പൊ തന്നെ സ്നാനാദി കാര്യങ്ങളൊക്കെ ചെയ്തു, നല്ല തെളിവൊക്കെ തൊട്ടു, നല്ല വൃത്തിയുള്ള ഡ്രസ്സൊക്കെ ധരിച്ചു. കാരണം എന്താണ്? താൻ തിരിച്ചു പോവുകയാണ്. അങ്ങനെ ഒരു 5 വയസ്സുകാരൻ ഇപ്രകാരമൊക്കെ ചെയ്യാമെങ്കിൽ നമുക്കും എപ്രകാരം ചെയ്യാമെന്നുള്ള ഒരു ഗുണപാഠമാണ് നമ്മൾ ഇതിൽ പഠിക്കുന്നത്. കാരണം ഇവിടെ 5 വയസ്സുകാരനെല്ലാം 36,000 വർഷം വയസ്സ് പ്രായമായിരിക്കുന്നു. പക്ഷെ 5 വയസ്സിലെ തന്റെ ഭക്തിയുത സേവനങ്ങൾ തുടങ്ങി എന്നാണ് പറയുന്നത്. പിന്നീട് പറയുന്ന ശ്ലോകങ്ങൾ മുഴുവനും ബഹിരാകാശത്തെക്കുറിച്ച്, ബഹിരാകാശം എങ്ങനെയാണ്, ശാസ്ത്രജ്ഞന്മാർ എന്തുകൊണ്ടാണ് പോകാത്തത്, അവർ ഇത്രയൊക്കെ കാര്യം ചെയ്യുന്നില്ല, എന്തുകൊണ്ടാണ് രക്ഷപ്പെടാത്തത് എന്നുള്ള കുറേ എക്സ്പ്ലനേഷൻസ് ആണ് പറയുന്നത്. അതിനുശേഷം ധ്രുവൻ തയ്യാറായി വെളിയിലേക്ക് വന്നിട്ട് തന്നെ ഭഗവത് ധാമത്തിലേക്ക് കൊണ്ടുപോകാനാണ് ഈ സുനന്ദനും നന്ദനും വന്നിരിക്കുന്നത് മനസ്സിലാക്കിയിട്ട് അവരെ തന്റെ അപ്പോഴും നോക്കണം, നിഷ്ഠ പൂജകളൊന്നും മുടക്കിയില്ല, എല്ലാം കഴിഞ്ഞിട്ടാണ് വന്നിരുന്നത്. അങ്ങനെ ഈ പ്ലെയിൻ വലം വെക്കുകയാണ്. ആ വലം വെക്കുന്ന പോയിന്റ് ഒന്ന് ശ്രദ്ധിച്ചോണം. കാരണം എന്താണ്? വൈകുണ്ഠത്തിൽ നിന്നാണ് വന്നത്. വൈകുണ്ഠത്തിൽ വന്ന സുനന്ദനും നന്ദനും ഭഗവാന്റെ റെപ്രസെന്റേറ്റീവ്സ് ആണ്. അവരെയും വണങ്ങി, എല്ലാവരെയും വണങ്ങിയിട്ട് പ്ലെയിനിൽ കയറാൻ തുടങ്ങുകയാണ്. കാരണം എന്താണ്? എല്ലാം ആധ്യാത്മികമാണ്. ഇവിടെ പറഞ്ഞത് വിമാനത്തിന് വലം വെക്കുക എന്ന് പറഞ്ഞാൽ ഏതൊരു വസ്തു കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഭഗവാന്റേതാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനെയൊക്കെ നമ്മൾ വണങ്ങി പോകണം എന്നുള്ളതാണ്. അങ്ങനെ വിമാനത്തിലേക്ക് കയറാൻ തുടങ്ങുമ്പോൾ മരണദേവത, അതിനും അതിൻ്റെതായ ധർമ്മമുണ്ട്. മരിക്കുന്നത് എങ്ങനെയായാലും എങ്ങനെ വേണേലായാലും, പക്ഷെ മരണദേവത അവിടെ പ്രത്യക്ഷപ്പെടുകയാണ്. അങ്ങനെ മരണദേവത വരുന്നു, അയാളുടെ തലയിൽ ചവിട്ടിയിട്ട്, മരണദേവതയുടെ തലയിൽ ചവിട്ടിയാണ് ധ്രുവൻ ആ പ്ലെയിനിനുള്ളിലേക്ക് കയറുന്നത്. കാരണം ഒരു നല്ല വഴിക്ക് പോകുമ്പോൾ യാതൊരുവിധ വിഘ്നങ്ങളും ഉണ്ടാകരുത്, അവരവരുടെ ധർമ്മങ്ങളൊക്കെ പാലിക്കാനുള്ള അവസരം കൊടുക്കണം എന്ന് വിചാരിച്ച് ധ്രുവൻ അകത്തേക്ക് കയറിയിരുന്നു. ഇരുന്ന് കഴിഞ്ഞപ്പോഴാണ് ഓർത്തത്, അയ്യോ എൻ്റെ അമ്മയെ ഞാൻ ഓർത്തില്ലല്ലോ, അമ്മയുടെ ഗതി എന്തായി.
ഉടനെ തന്നെ ധ്രുവന്റെ മനോഗതം മനസ്സിലാക്കിയ നന്ദനും സുനന്ദനും പറഞ്ഞു, വിഷമിക്കണ്ട, അടുത്ത നിന്റെ അമ്മയിൽ എത്തുന്നുണ്ട്. അവരും എപ്പോഴാണോ നമ്മൾ ആധ്യാത്മികമായോ ഭൗതികമായോ ഏതെങ്കിലും ഒരു പ്രൊമോഷൻ സഹായിച്ച ശിക്ഷാഗുരുക്കളെ ഒരിക്കലും മറന്നുകൂടാ. സുനീതിയാണ്. ഈ സുനീതിയാണ് സേവനങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ നമ്മുടെ ശിക്ഷാഗുരുക്കളെ തീർച്ചയായിട്ടും അനുസ്മരിക്കണം, അവർക്ക് വേണ്ട ദണ്ഡപ്രണാമങ്ങൾ അർപ്പിക്കണം, അവരെ ഓർക്കണം എന്നുള്ളൊരു ഗുണപാഠമാണ് നമ്മൾ ഇവിടെ നിന്ന് പഠിക്കേണ്ടത്. ഇനിയുള്ളത് ബാക്കിയുള്ളത് മുഴുവനും ഇവിടോട് കൂടി അങ്ങനെ ധ്രുവൻ ഭഗവാന്റെ ധാമത്തിൽ എത്തിച്ചേരുകയാണ്. ഇതുവരെയാണ് കഥയുള്ളത്. ഇത് കൂടി ധ്രുവചരിത്രം തീരുകയാണ്. അപ്പൊ കൺക്ലൂഷനായിട്ട് പറയാനുള്ളത്, നമുക്കും ധ്രുവനെ പോലെ ഇങ്ങനെ 36,000 വർഷം ജീവിക്കണമെന്നോ, അല്ലെ പരിപൂർണ യൗവനം വേണമെന്നോ, സാമ്പത്തിക ഉന്നതി വേണമെന്നോ, ഐശ്വര്യം വേണമെന്നോ, പ്രശസ്തി വേണമെന്നോ ഇങ്ങനൊന്നും അല്ല നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. മറിച്ച് നമുക്ക് 5 പോയിന്റാണ് ചിന്തിക്കേണ്ടത്. എന്താണ്? നമ്മൾക്ക് എങ്ങനെ മായയിൽ നിന്ന് രക്ഷപ്പെടാം, പിന്നെ മായയിൽ നിന്ന് രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ ശുദ്ധഭക്തരാകാം. ശുദ്ധഭക്തരായി കഴിഞ്ഞാൽ നമുക്ക് മരണസമയത്ത് ഭഗവാനെ ഓർക്കാം. മരണസമയത്ത് ഭഗവാനെ ഓർത്തു കഴിഞ്ഞാൽ ഭഗവാന്റെ ധാമത്തിൽ പോകാം. ഭഗവാന്റെ ധാമത്തിൽ പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വേണ്ടേണ്ടി വരില്ല. നമുക്ക് പുനർജന്മത്തിന്റെ ആവശ്യമില്ല. 84 ലക്ഷം ജന്മങ്ങൾ കിടന്ന് ഉഴലേണ്ടി വരില്ല. ഇത്രയൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ട പ്രധാന കാര്യങ്ങൾ. അപ്പോൾ ഇതോടുകൂടി ധ്രുവചരിത്രം ഇവിടെ അവസാനിക്കുകയാണ്. വളരെ സ്പീഡിലാണ് പോയത്, എനിക്ക് നല്ല ബോധ്യമുണ്ട്. ആർക്കെങ്കിലും മനസ്സിലാകുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ധ്രുവന്റെ കഥ എല്ലാവർക്കും അറിയാവുന്നുണ്ട്. ഇതിലെ പോയിന്റ്സുകൾ ആരെങ്കിലും നോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു 10 പോയിന്റെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷമായിരിക്കും. ഞാൻ ഇവിടെ നിർത്തുകയാണ്. എല്ലാവർക്കും ഒരുപാട് നന്ദി, സന്തോഷം. ഹരി ഓം തത്സത്. എന്തെങ്കിലുമൊക്കെ തെറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാഞ്ചാകൽപ്യരൂപേശ കൃപാസിന്ധുഭ്യേവച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. अनंत कोटि वैष्णव वृंद की जय हो। श्रील प्रभुपाद की जय हो। गुरु महाराज की जय हो। गौर प्रेमानंद। हरि हरि बोल। ഹരേ കൃഷ്ണ. പോയിന്റ്സുകൾ പറഞ്ഞാട്ടെ. ഹരേ കൃഷ്ണ പ്രഭു. 36,000 വർഷം ധ്രുവൻ ഭരിച്ചു അല്ലേ? പിന്നെ എന്താ പറയാ, ആരുടെ അടുത്ത് നിന്ന് വേണമെങ്കിലും വരങ്ങൾ സ്വീകരിക്കാം. പക്ഷെ അതെന്തെങ്കിലും ആയിരിക്കണം, അത് തീർച്ചയായിട്ടും ഭക്തിയുത സേവനത്തിൽ പുരോഗമനം കിട്ടുന്നതായിരിക്കണം. അതാണ് അടുത്ത പോയിന്റ്. അതായത് ഇവിടെ നമ്മൾ കുബേരിൽ നിന്ന് വരം സ്വീകരിച്ചതായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ ഭഗവാന്റെ പാദസ്മരണകളെ അല്ലെങ്കിൽ ഭഗവാന്റെ പാദങ്ങളെ എപ്പോഴും സ്മരിക്കാനുള്ള, അല്ലെങ്കിൽ ഭഗവാന്റെ ഭക്തിയുത സേവനത്തിൽ പുരോഗമിക്കാനുള്ള എന്ത് കാര്യമായാലും അത് ആരോട് വേണമെങ്കിലും സ്വീകരിക്കാമെന്നാണ് പറയുന്നത്. അതായത് ഓൾവേസ് റിമെമ്പർ കൃഷ്ണ, നെവർ ഫോർഗെറ്റ് കൃഷ്ണ. എപ്പോഴും ഭഗവാനെ ഓർക്കുക എന്നുള്ളതാണ് അടുത്തത്. 6ാമത് പറയുന്നത് യജ്ഞം, ദാനം, ധർമ്മം ഇവ ഉപേക്ഷിക്കരുത്. യജ്ഞം, ദാനം, തപസ്, ഈ 3 കൂട്ടം കാര്യങ്ങൾ ഒരിക്കലും ഉപേക്ഷിക്കരുത്. യജ്ഞം എന്ന് ഉദ്ദേശിക്കുന്നത് നാമസങ്കീർത്തന യജ്ഞം. ദാനം എന്ന് പറയുന്നത് ഭഗവാന്റെ കുറിച്ചുള്ള അറിവുകൾ, അതാണ് ദാനം. പിന്നെ ശൗചം എന്ന് ഉദ്ദേശിക്കുന്നത്, തപസ് എന്ന് ഉദ്ദേശിക്കുന്ന ശൗചം. എപ്പോഴും നമ്മൾ നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കണം. നമ്മൾ എത്രയും നീറ്റ് ആൻഡ് ക്ലീൻ ആണോ അതനുസരിച്ചായിരിക്കും നമ്മുടെ ഭക്തിയുടെ പുരോഗതി പോകുന്നു. മാനസികമായും ശാരീരികമായും ആത്മാവായിട്ട് നമ്മൾ ശുദ്ധീകരിച്ചുകൊണ്ടേയിരിക്കണം ഓരോ നിമിഷം. അതുകൊണ്ടാണ് പറയുന്നത് യജ്ഞം, ദാനം, പിന്നെന്താണ് വൈരാഗ്യം, അതായത് വിരക്തി എന്ന് പറയുന്ന ആ മുക്തലിംഗ സ്റ്റേജ്. അതായത് കൊപ്രായുടെയും തേങ്ങയുടെ എക്സാമ്പിൾ പറഞ്ഞു, അതുപോലെയാകണം നമ്മുടെ അന്ത്യം. നമുക്ക് ഈ കാണുന്ന എല്ലാ അറ്റാച്ച്മെന്റും നമുക്ക് ഡിറ്റാച്ച്മെന്റ് ആകണം. ഓരോന്നിനോട് വിരക്തി തോന്നി അവസാനം നമ്മൾ ഭഗവാന്റെ ധാമത്തിലേക്ക് പോകാൻ നമ്മൾ ഓരോരുത്തരും മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും തയ്യാറായിരിക്കണം. അങ്ങനെ സമയം വരുമ്പോൾ നമ്മൾ ഈ ശരീരം ഉപേക്ഷിക്കണം, ഭൗതിക ശരീരം ഉപേക്ഷിക്കണം. പിന്നെന്താണ്, സൂക്ഷ്മ ശരീരം ഉപേക്ഷിക്കണം. 2 ശരീരം ഉപേക്ഷിച്ചിട്ട് മുക്തലിംഗ സ്റ്റേജിലേക്ക് നമ്മൾ വരണം എന്നുള്ളതാണ് അടുത്ത പോയിന്റ്. 9ാമത്തെ പോയിന്റ് എന്ന് പറയുന്ന ഏത് ഒരു എന്തായാലും നമ്മൾ അഹങ്കരിച്ചുകൂടാ. അതായത് ധ്രുവൻ പോകാൻ തുടങ്ങിയപ്പോ മറ്റ് ഋഷികളും ഉണ്ടായിരുന്നു ഇവിടെ ബദരികാശ്രമത്തിൽ. അവരോടൊക്കെയും അനുവാദം ചോദിച്ച് അവരോടൊക്കെയും പ്രണമിച്ചിട്ടാണ് പോകുന്നത്. അല്ലാതെ വേണമെങ്കിൽ വേറെ എനിക്ക് കണ്ടോടാ പ്ലെയിൻ വന്നേക്ക്, നീയൊക്കെ ഇവിടെ നിൽക്കടാ എന്നുള്ള അഹങ്കാരത്തിലല്ല ധ്രുവൻ പോയത്. പിന്നെയോ അവരെയൊക്കെ പ്രണമിച്ചിട്ട് അവരുടെയൊക്കെ അനുവാദത്തോടു കൂടിയാണ് പോയത്. അത് പിന്നെ പറയുന്നത് ശിക്ഷാഗുരുവിനെ ഓർത്തു. നമ്മൾ എപ്പോഴും നമ്മുടെ ശിക്ഷാഗുരുക്കളെ മറക്കരുത്, അവരെ ഓർക്കണം. അവസാനത്തെ പോയിന്റ് എന്ന് പറയുന്നത് നാരദ ഋഷി സന്തോഷിച്ചായിട്ട് പറയുന്നുണ്ട്. അതായത് തന്റെ ശിഷ്യൻ ആരാണ്? ധ്രുവൻ. നാരദ ഋഷിയുടെ ശിഷ്യനാണ് ധ്രുവൻ. ആ ധ്രുവന്റെ പ്രോഗ്രസിൽ നാരദ ഋഷി ഒരുപാട് സന്തോഷിച്ചെന്ന് പറയുന്നുണ്ട്. കാരണം നമ്മൾ എപ്പോഴും നല്ലൊരു ശിഷ്യനായി കഴിഞ്ഞാൽ
അത് ഗുരുവിന് വളരെ അഭിമാനമുള്ള കാര്യമായിരിക്കും. അപ്പൊ നമ്മുടെ എല്ലാ പ്രവൃത്തികളും ഗുരുവിനും ഭഗവാനും സന്തോഷമുള്ളതായിരിക്കണം. ഇത്രയാണ് പോയിന്റ്സ്. ഞാൻ ഒന്നുകൂടെ പറയാം. അതായത് മായയിൽ നിന്ന് മുക്തമാകാം, ശുദ്ധഭക്തനാകാം, മരണസമയത്ത് ഭഗവാനെ ഓർക്കാൻ കഴിയും, അങ്ങനെ അയാൾ ഭഗവത് ധാമത്തിലേക്ക് പോകാം, പിന്നെ തിരിച്ചു വരേണ്ടി വരില്ല, പുനർജന്മം. ഇതാണ് ഫസ്റ്റ് പോയിന്റ്. പിന്നെന്താണ്? വൈഷ്ണവപരാധം പാടില്ല, അതാണ് സെക്കൻഡ് പോയിന്റ്. മൂന്നാമത്തെ പോയിന്റ്, എപ്പോഴാണോ മായയിൽപ്പെടുന്നത് അപ്പോൾ സംഗോപാംഗാസ്ത്രം, അഥവാ അത് ധ്രുവൻ അവിടെ ചെയ്തത് സംഗോപാംഗാസ്ത്രം വേറെയാണ്. നമ്മൾ ചെയ്യേണ്ടത് നാമസങ്കീർത്തന യജ്ഞം, ഭക്തന്മാരുടെ കൂടെ സംഘം ചേർന്ന് നാമം ജപിക്കണം. നാലാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു ഭക്തൻ മറ്റുള്ളവരോട് ക്ഷമിച്ചിരിക്കണം, കോപമടക്കണം. ഇല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഭയം ഉണ്ടാക്കും. മറ്റുള്ളവർക്ക് സ്നേഹവും പ്രീതി ഉണ്ടാകാൻ വേണ്ടിയാണ് ഓരോ ഭക്തന്റെയും ധർമ്മം. പിന്നെന്താണ്? ആരുടെ അടുത്ത് നിന്ന് വേണമെങ്കിലും എന്ത് വരങ്ങളും സ്വീകരിക്കാം. പക്ഷെ അതൊക്കെ എന്തിനായിരിക്കണം? ഭക്തിയുത സേവനത്തിൽ മുന്നോട്ട് പോകാനുള്ളതായിരിക്കണം. ഇവിടെ കാർത്യായനി വ്രതം അനുഷ്ഠിച്ച കാര്യം പറയുന്നുണ്ട്. ഗോപികന്മാര് കാർത്യായനി മാതാജിയെ പ്രാർത്ഥിച്ച കാര്യം ഭഗവാനെ കിട്ടാൻ വേണ്ടിയാണ്. അങ്ങനെ ഭഗവാന്റെ ഭക്തിയുത സേവനത്തിലേക്ക് ഉയരാനാണെങ്കിൽ ആർക്കും എന്ത് വരവും എവിടെ നിന്ന് വാങ്ങിക്കാം, ദേവി ദേവതാമാരുടെ വേണമെങ്കിലും ചോദിക്കാം. പക്ഷെ പ്രാധാന്യം ഭഗവാനായിരിക്കണം. ആറാമത്തെ പോയിന്റ് പറയുന്നത് യജ്ഞം, ദാനം, തപസ് ഇതൊരിക്കലും കൈവിട്ടുകൂടാ, അത് എപ്പോഴും നടത്തിയിരിക്കണം. ആദ്യത്തെ യജ്ഞം എന്ന് പറയുന്നത് നാമസങ്കീർത്തനം, ദാനം എന്ന് പറയുന്നത് ഭഗവാനെ കുറിച്ചുള്ള ദാനം, മൂന്നാമത്തത് തപസ് എന്ന് പറയുന്നത് നമ്മുടെ ശൗചം, നമ്മൾ എപ്പോഴും നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കണം എന്നാണ് പറയുന്നത്. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് വൈരാഗ്യം. എങ്ങനെയാണോ ചിരട്ടയിൽ നിന്ന് തേങ്ങ വേറിട്ട്, അതുപോലെ നമ്മുടെ സൂക്ഷ്മ ശരീരവും പിന്നെ ഭൗതിക ശരീരവും, ആ രണ്ട് ശരീരവും നമ്മൾ വേറിട്ടിട്ട് നമ്മുടെ മനസ്സിനെ നമ്മുടെ ആത്മാവിനെ ഏറ്റവും മുക്തലിംഗിത സ്റ്റേജിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് അടുത്ത സ്റ്റേജ്. അവസാനത്ത് പറയുന്നത് എന്ത് പ്രൊമോഷൻ, അത് ആധ്യാത്മികമായിട്ട് നമുക്ക് ഇനിഷ്യേഷൻ കിട്ടി, ഇല്ലെങ്കിൽ ബ്രാഹ്മണിക്കൽ ഇനിഷ്യേഷൻ കിട്ടി, അങ്ങനെ എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ ഉടനെ നമ്മൾ അഹങ്കരിച്ചുകൂടാ. ഇതൊക്കെ കിട്ടിയെന്ന് കണ്ടു കഴിഞ്ഞാൽ അത് കിട്ടാത്ത ആളിനെ കാണുമ്പോൾ കണ്ടോടാ എനിക്ക് ഇനിഷ്യേഷൻ കിട്ടി, ഞാൻ വലിയ രാജ, അങ്ങനല്ല വിചാരിക്കണ്ടേ. അങ്ങനെ ഇല്ലെങ്കിൽ ഞാൻ നോൺ വെജ് നിർത്തി, നീയൊക്കെ നിർത്തിയോടാ, അങ്ങനെ അഹങ്കരിക്കരുത്. കാരണം എന്താണ്? നമ്മൾ ആ സ്റ്റേജിലേക്ക് വന്നെങ്കിൽ അത് ഗുരുവിന്റെ കൃപ, ഭഗവാന്റെ കൃപ. അങ്ങനെ കിട്ടാത്തവർക്ക് കൂടെ അത് കിട്ടാനുള്ള അവസരം ഉണ്ടാകട്ടെ എന്ന് വേണം പ്രാർത്ഥിക്കാൻ. അതുകൊണ്ട് ഏത് സ്റ്റേജിൽ നിന്ന് ഏത് സ്റ്റേജിലേക്ക് ഒരു പ്രൊമോഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും അഹങ്കരിച്ചുകൂടാ. അതാണ് അടുത്ത പോയിന്റ്. പിന്നെന്താണ്? ഏതവസ്ഥയിൽ നമ്മൾ ശിക്ഷാഗുരുവിനെ മറന്നുകൂടാ. ലാസ്റ്റ്, നമ്മുടെ എല്ലാ പ്രവർത്തികളും നമ്മുടെ ഗുരുവിനും ഭഗവാനും സംതൃപ്തി ഉണ്ടാകുന്നതാണെങ്കിൽ നമ്മുടെ ഗുരു അഭിമാനിക്കും, നമ്മുടെ ഭഗവാനും അഭിമാനിക്കും. ഒരിക്കലും ഭഗവാനെ കാണിക്കാനായിട്ടും ഗുരുവിനെ കാണിക്കാനായിട്ടും ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്? നമ്മുടെ നല്ല ഭക്തിയുത സേവനം കണ്ടിട്ട് ഭഗവാൻ സ്വയം നമ്മളിൽ അട്രാക്ട് ആകും, ഭഗവാൻ സ്വയം നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്യും. ഹരേ കൃഷ്ണ. ധന്യവാദ്. ഹരേ കൃഷ്ണ. നമ്മളെല്ലാരും വരിക, പ്രഭുജിയുടെ ആദരപൂർവ്വം 2 പ്രാവശ്യം ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കാം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ, കൃഷ്ണ കൃഷ്ണ, ഹരേ രാമ, ഹരേ രാമ.